Hi. Good morning. How are you? ഒക്കെ സെറ്റല്ലേ? നമുക്ക് തുടങ്ങിയാൽ പോരെ ഇനി? ഓക്കെ. സോ ഏതാണ് ടുഡേയ്സ് ചാപ്റ്റർ? ഇലക്ട്രോ. ഗുഡ് മോർണിംഗ് ലക്ഷ്മി. ഓക്കെ. സോ ഇന്നത്തെ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലേ? ഓക്കെ. സോ എങ്ങനെ പോണു മക്കളെ? പഠിത്തമൊക്കെ സെറ്റല്ലേ? ഉഷാറല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ സ്റ്റഡീസൊക്കെ? ഗുഡ് മോർണിംഗ് റീമ. ഓക്കേടാ. അപ്പം നമുക്ക് മെല്ലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ എന്താണ് കാര്യമായിട്ട് പറയുന്ന ഒരു സാധനം? നമ്മൾ പുതിയതായിട്ടൊരു സാധനം പഠിക്കണ്ടില്ലേ? ഏതാണ് ആ സാധനം? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് അല്ലേ? നമ്മൾ ഇതുവരെ കേട്ടോണ്ടിരുന്ന പരിചയം ഉണ്ടായിരുന്ന സാധനം എന്ന് പറയുന്നത് ഏതായിരുന്നു? കണ്ടക്ഷൻ കറണ്ടാണ്, റൈറ്റ്? കണ്ടക്ടറിലൂടെ പോകുന്ന സാധാരണ ഒരു കറണ്ട്. ബട്ട് വി ഡിഡ്ന്റ് നോ അബൌട്ട് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അങ്ങനെ ആംബിയർ സർക്യൂട്ടൽ ലോ ഒക്കെ വന്ന് മൂപ്പര് വലിയ ലോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ മാക്സ്വെൽ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനെ കുറിച്ചൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്സ്വെല്ലിൻ്റെ 4 ഇക്വേഷൻസ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമുക്ക് NCERT ഇങ്ങനെ വായിച്ച് പോയിന്റ് ആയിട്ട് പഠിച്ചിങ്ങനെ പോയി. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കംപ്ലീറ്റ്ലി പക്ക NCERT വായിച്ചാൽ തന്നെ ക്ലിയർ ആവുന്ന ഒരു സാധനമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അത് വായിച്ച് ഇങ്ങനെ പോവാം. പോരെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യടാ, പറയടാ, എന്താ സ്ഥിതി? അപ്പോൾ തുടങ്ങില്ലേ നമ്മൾ? NCERT ഇങ്ങനെ വായിച്ച് സെറ്റാക്കി ഇങ്ങനെ പോവാം അല്ലേ? ക്ലിയർ? ഓക്കെ. റെഡി? സോ ലെറ്റ് സ്റ്റാർട്ട്. എടാ നമ്മൾ ഇന്ന് പറയാൻ പോണത്, ഓക്കെ. അപ്പം നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്താ കാര്യമായിട്ട് പറയുന്നത്? ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം അല്ലേ? നമ്മൾ ഈ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, അതുപോലെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, EMI, ഇതിലൊക്കെ എന്താ പഠിക്കണത്? നമ്മളെന്താ കണ്ടത്? മാഗ്നറ്റിക് ഫീൽഡ്. കട്ടി കൂടുതലല്ലേ? ഓക്കെ. അപ്പം നമ്മൾ എന്താ പഠിക്കുന്നത് മക്കളെ? അതിലൊക്കെ എന്താ കണ്ടിട്ടുള്ളത്? നമ്മൾ ഒന്ന് കണ്ടു, എന്ത്? കറണ്ട് പ്രൊഡ്യൂസസ്, ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയുന്ന സാധനമാണ് അല്ലേ? 10ാം ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കുന്ന സാധനമാണ്. എന്ത്? ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുമ്പം അതിൻ്റെ ചുറ്റും എന്തുണ്ടാകുന്നുണ്ടാ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം. ക്ലിയർ? പിന്നെയോ 2 കറണ്ട് ക്യാരിയിങ് വയേഴ്സ് വിൽ എക്സേർട്ട് എ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ഈച്ച് അതർ. 2 കറണ്ട് ക്യാരിയിങ് വയേഴ്സ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തുണ്ടാവുമെന്ന്? മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുമെന്ന് നമ്മൾ ഏത് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്? മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, അതുപോലെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ക്ലിയർ? പിന്നെ എന്താ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ചേഞ്ചിങ് വിത്ത് ടൈം. നമ്മളെന്താ പഠിച്ചിട്ടുള്ളത്? മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചിങ് വിത്ത് ടൈം ഗീവ്സ് റൈസ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ്. അതും നമ്മൾ പഠിക്കുന്നുണ്ട്. എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ചേഞ്ചിങ് വിത്ത് ടൈം. അപ്പോൾ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്തുണ്ടാക്കുന്നത്? തിരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ചേഞ്ചിങ് ഇലക്ട്രിക് കറണ്ട് എന്തുണ്ടാക്കുമെന്ന്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുമെന്ന്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാൻ പോണത്? നോക്കാൻ പോണത്. ക്ലിയർ? അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ചേഞ്ചിങ്. ക്ലിയർ? വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്തുണ്ടാക്കുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. ക്ലിയർ? നമ്മളിനി നോക്കാൻ പോണത് ഇതിൻ്റെ നേരെ കൺവേഴ്സ്, ഇത് ശരിയാണോ എന്നുള്ളത്. ഇതിൻ്റെ കൺവേഴ്സ് ട്രൂ ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ ഉൾട്ട ട്രൂ ആണ്. എന്ത്? ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. ക്ലിയർ? ഓക്കെ. അപ്പോടാ അതന്നെ, ഡസ് ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ചിങ് വിത്ത് ടൈം ഗീവ് റൈസ് ടു എ മാഗ്നറ്റിക് ഫീൽഡ്. ഇതാരാ പഠിച്ചിട്ടുള്ളതാടാ? നമ്മുടെ സ്വന്തം മാക്സ്വെൽ ചേട്ടൻ. ഓക്കെ, ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. അപ്പം ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ സംഭവം പഠിച്ചു നോക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ സംഭവം എന്ത് ചെയ്തിട്ടുള്ളത്? ഒന്ന് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്? മൂപ്പരെന്താ പറഞ്ഞതെന്നറിയാം? നോട്ട് ഓൺലി ഇലക്ട്രിക് കറണ്ട് ബട്ട് ഓൾസോ എ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് കറണ്ട് മാത്രമല്ല,
നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്, ഇലക്ട്രിക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മാക്സ്വെൽ എന്ത് ചെയ്തു, മൂപ്പര് നമുക്കൊരു തിയറി, ഹി പുട്ട് ഫോർവേഡ് തിയറി. എന്താ പറഞ്ഞിട്ടുള്ളത്, എടാ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, മാഗ്നറ്റിക് ഫീൽഡിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. Clear? Not only the electric current but also time varying electric field can generate a magnetic field എന്നുള്ളത്. Clear? Okay? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏത് ലോ ആയിരുന്നു, നമ്മുടെ ആംബിയർ സർക്യൂട്ടൽ ലോ ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ ആംബിയർ സർക്യൂട്ടൽ ലോ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ പ്രകാരം നമ്മളൊരു കപ്പാസിറ്ററിൻ്റെ, ക്ലിയർ, കപ്പാസിറ്ററിൻ്റെ അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് എ കപ്പാസിറ്റർ കണക്റ്റഡ് ടു എ ടൈം വേരിയിങ് കറണ്ട്, അതിൽ മാക്സ്വെൽ നോക്കിയ സമയത്ത് അതിൽ ചെറിയൊരു ഇൻകൺസിസ്റ്റൻസി, ചെറിയൊരു പ്രശ്നം അല്ലേ. മൂപ്പരിങ്ങനെ നോക്കിയ സമയത്ത് നമ്മൾ കപ്പാസിറ്ററിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് മൂപ്പരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം അതിൻ്റെ അകത്ത്, ഒരു ഇൻകൺസിസ്റ്റൻസി വന്നു അല്ലേ. മൂപ്പരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇൻകൺസിസ്റ്റൻസി വന്നു. അപ്പോൾ മാക്സ്വെൽ എന്ത് ചെയ്തടാ, സജഷൻ കൊടുത്തു. എന്താണ്, ഹീ സജസ്റ്റഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് എൻ അഡീഷണൽ കറണ്ട്. മൂപ്പരൻ ഇനി പേരിട്ടെന്ത്, ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. എന്താന്ന് പേരിട്ടത്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ക്ലിയർ? അയ്യോ ആകെപ്പാടെ കൊളായി. ഓക്കെ, അപ്പം മൂപ്പരൻ്റെ പേരിട്ട് എന്താണ്, എന്താ പേരിട്ടുള്ളതടാ, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന്. ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്തു, മാക്സ്വെൽ ഒരു ചെറിയ ഇൻകൺസിസ്റ്റൻസി കണ്ടു. അങ്ങനെ മാക്സ്വെൽ എന്ത് ചെയ്തടാ, കപ്പാസിറ്ററിൻ്റെ ഒക്കെ പുറത്ത് നമ്മൾ കാണുന്ന സമയത്ത് അവിടെ കണ്ടക്ഷൻ കറണ്ട് മാത്രമല്ല ഒരു അഡീഷണൽ കറണ്ട് ഉണ്ട്. ആ അഡീഷണൽ കറണ്ടിനെ നമ്മൾ വിളിച്ചു, അല്ല സോറി മൂപ്പര് വിളിച്ചു, മാക്സ്വെൽ വിളിച്ചു, എന്തെന്ന് വിളിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് വിളിച്ചു. അല്ലടാ, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് അങ്ങനെ പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാണ് ഇവിടെ അല്ലേ. അപ്പം ഇങ്ങനെ മാക്സ്വെൽ എന്ത് ചെയ്തടാ, ഹി ഫോർമുലേറ്റഡ് എ സെറ്റ് ഓഫ് ഇക്വേഷൻസ്. അങ്ങനെ മുപ്പര് കുറച്ച് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കി, വിച്ച് ഇൻവോൾവ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദെയർ സോഴ്സസ്, ചാർജ് ആൻഡ് കറണ്ട് ഡെൻസിറ്റീസ്. അപ്പം ഇങ്ങനെ ഈ സാധനങ്ങൾ, അതായത് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ സോഴ്സ്, ചാർജ്, കറണ്ട് ഡെൻസിറ്റി, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആര് പുട്ട് ഫോർവേഡ് ചെയ്തു, മാക്സ്വെൽ കൊണ്ടുവന്നു. ക്ലിയർ? അപ്പോഴോടാ ഈ ഇക്വേഷനെ നമ്മൾ വിളിച്ചിട്ടുള്ള പേരാണ് എന്ത്, മാക്സ്വെൽസ് ഇക്വേഷൻ എന്നുള്ളത്. ഈ ഇക്വേഷനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, മാക്സ്വെൽസ് ഇക്വേഷൻസ്. മൂപ്പര് കൊണ്ടുവന്ന ഇക്വേഷൻസ് ആണ്. മൂപ്പര് കുറേ കാലം സ്റ്റഡി ചെയ്തു, എക്സ്പെരിമെൻറ്റ് ചെയ്തു. അങ്ങനെ മൂപ്പര് കൊണ്ടുവന്നിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ് എന്ത്, ഇക്വേഷൻസ് ആണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് പറയുന്നത്. അല്ലേ മക്കളെ, മാക്സ്വെൽസ് ഇക്വേഷൻസ് അല്ലേ. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഇലക്ട്രോമാഗ്നറ്റിസത്തിൻ്റെ ബേസിക് ലോസ് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്തത് ആരാടാ, മാക്സ്വെല്ലാണ്. ആര്, ഇലക്ട്രോമാഗ്നറ്റിസത്തിൻ്റെ ബേസിക് ലോസ് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയത് മാക്സ്വെല്ലിനാണ്. ക്ലിയർ? ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. അപ്പോൾ നമ്മുടെ ഈ മാക്സ്വെൽ ഇക്വേഷൻ കൊണ്ടുവന്നത് പറഞ്ഞു. അപ്പോൾ ഈ മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻസ് എന്ന് ദ മെയിൻ പ്രഡിക്ഷൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രഡിക്ഷൻ ടു എമർജ് ഫ്രം ദിസ് മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ്. ഓക്കെ, അപ്പം നമ്മുടെ മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻസിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് പ്രഡിക്റ്റ് ചെയ്തത് എന്തായിരുന്നു, എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ക്ലിയർ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ they are time varying electric and magnetic fields that propagate in a space. Time varying electric and magnetic field that propagates in a space. അതാണ് എന്ത്, നമ്മുടെ EM waves എന്ന് പറഞ്ഞ സാധനം. ഇലക്ട്രോ മാഗ്നറ്റിക് രണ്ടും ഉണ്ട് പേരിൽ, ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. സോ ബോത്ത് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ എ സ്പേസ് ആണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇതിൻ്റെ എക്സിസ്റ്റൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് മാക്സ്വെൽസിൻ്റെ ഇക്വേഷൻസ് വഴിയാണ്. ക്ലിയർ? ഓക്കെ, സെറ്റ് അല്ലേ, റെഡി അല്ലേ, പോവല്ലേ അടുത്തതിലേക്ക്. അങ്ങനെ ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ച്, അപ്പോൾ ഇതിന് ശരിയാണോ എന്ന് അറിയണ്ടേ ഈ ഇക്വേഷൻസ്. നമ്മളിപ്പോൾ ഞാൻ നാളെ വന്നിട്ട് പറയണം മാക്സ്വെൽ ഇക്വേഷനൊക്കെ തെറ്റാം, ഞാൻ 4 ഇക്വേഷൻ പറയണം എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ അല്ലേ. നിങ്ങളാരെങ്കിലും 4 ഇക്വേഷൻ കൊണ്ടുവന്ന് നടക്കൂല. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ശരിയാണോ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ശരിയാണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ നോക്കിയപ്പോഴാണെടാ
എന്ത് ചെയ്തു സ്പീഡ് ഓഫ് ദ വേവ്സ് അക്കോർഡിംഗ് ടു ദീസ് ഇക്വേഷൻ ടേൺഡ് ഔട്ട് വെരി ക്ലോസ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിച്ച് ഇസ് 3 × 10⁸. അങ്ങനെ സ്പീഡ് നോക്കിയ സമയത്ത് കുറച്ച് ഡാർക്കായി പോയില്ലേ, കുഴപ്പമില്ല. സ്പീഡ് എന്ത് ചെയ്തടാ, വേവ്സിൻ്റെ സ്പീഡ് നമ്മൾ ആ ഇക്വേഷൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് എന്ത് കിട്ടി നമുക്ക്, സ്പീഡ് ഓഫ് ലൈറ്റിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത സമയത്ത് വി ഗോട്ട് ഇറ്റ് വിച്ച് ഈസ് വെരി നിയർലി ഈക്വൽ ടു ദ വാല്യൂ 3 × 10⁸. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി, സംഭവം ശരിയാണ്, മൂപ്പര് പറഞ്ഞൊക്കെ ശരിയാണ് അല്ലേ, മൂപ്പര് പറഞ്ഞൊക്കെ ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ? ഒപ്റ്റിക്കൽ മെഷർമെൻറ്റ്സ് വഴിയാണ്. ഓക്കെ, ദിസ് ലെഡ് ടു എ റിമാർക്കബിൾ കൺക്ലൂഷൻ. This led to a remarkable conclusion that light is an electromagnetic wave. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ലൈറ്റ്, വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്ന ആൾ എന്താണ്, ഒരു EM വേവ് ആണ്. EM വേവ് എന്ന് പറഞ്ഞാൽ ടൈം വേരിങ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള വേവാണ് ആര്, നമ്മുടെ ഈ ലൈറ്റ്, വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഓഫ് EM വേവ്സ് നമ്മൾ കണ്ടു. അപ്പോൾ അതുവഴി നമ്മൾ ലൈറ്റിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വി ഗോട്ട് ഇറ്റ് ആസ് ഈക്വൽ ടു 3 × 10⁸. അപ്പോൾ ഇതെന്തായടാ, ഇറ്റ് ലെഡ് ടു എ വെരി ബിഗ് കൺക്ലൂഷൻ ദാറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്നുള്ള കൺക്ലൂഷനിലേക്ക് നമ്മളെത്തി. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അങ്ങനെ മാക്സ്വെല്ലിൻ്റെ വർക്ക് എന്ത് ചെയ്തടാ, ഇറ്റ് യൂണിഫൈഡ് ദ ഡൊമൈൻ ഓഫ് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് ലൈറ്റ്. ഈ ഡൊമൈൻ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ലൈറ്റ് ഇതിനെയൊക്കെ എന്ത് ചെയ്തടാ, നമ്മൾ മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻ വഴി എന്ത് ചെയ്തു, യൂണിഫൈഡായി. ക്ലിയർ? ഓക്കെ, ഇനി അപ്പോഴാണ് ആര് വരുന്നത്, ഹേർട്സ് വരുന്നത്. ആരാ ഹേർട്സ്? ഒരു മൂപ്പര. അപ്പോൾ ഹേർട്സ് വന്നു 1885. ഹി എക്സ്പെരിമെൻ്റലി ഡെമോൺസ്ട്രേറ്റഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. നമ്മുടെ മാക്സ്വെല്ല് തിയററ്റിക്കലി ആയിരുന്നു EM വേവ്സിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1885 ഹേർട്സ് എന്ന സയൻറ്റിസ്റ്റ് വന്നപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ്പെരിമെൻ്റലി ഹി ഡെമോൺസ്ട്രേറ്റഡ് ദെയർ എക്സിസ്റ്റ് സച്ച് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നുള്ള കാര്യം. ക്ലിയർ മക്കളെ? ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, ഈ EM വേവ്സിൻ്റെ റേഡിയോ വേവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കോണി ചേട്ടൻ എന്തുണ്ടാക്കിയിട്ടുള്ളത്, റേഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലടാ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, റേഡിയോ ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജിക്കൽ യൂസ് എന്ത് ചെയ്തു, പിന്നീട് മാർക്കോണി ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തടാ, കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കര റെവല്യൂഷൻ വരുത്താൻ പറ്റിയ വിധം EM വേവ്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, യൂസ് ചെയ്യാൻ തുടങ്ങി. ക്ലിയർ മക്കളെ? ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ നീഡ് ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. എന്തിനാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആൻഡ് അതിൻ്റെ കൺസീക്വൻസസ്. ക്ലിയർ? എന്തിനാണ് നമുക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആൻഡ് ഓൾസോ ഇറ്റ്സ് കൺസീക്വൻസസ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസൻറ്റ് എ ഡിസ്ക്രിപ്റ്റീവ് അക്കൗണ്ട് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. EM വേവ്സിനെ കുറിച്ച് കുറച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ EM വേവ്സിൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ട്രക്ചറിങ് ഫ്രം ഗാമ റേസ്. ക്ലിയർ? വേവ് ലെങ്ത് 10⁻⁻12 മുതൽ നമുക്ക് 10⁻⁶ വരെ വേവ് ലെങ്ത് എന്താണടാ, വേരിയിങ് ആണ്. സോ വേവ് ലെങ്ത് 10⁻⁻12 ടു വേവ് ലെങ്ത് 10⁻⁶ മീറ്റർ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, ഫൈൻ. ഇനി ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ EM വേവ്സിനെ അങ്ങോട്ട് വിട്ട് ഇങ്ങോട്ട് വന്ന് കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ചാപ്റ്റർ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ് പഠിക്കുന്നത്. പക്ഷേ നമുക്കത് നീറ്റിന് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ, അപ്പോഴാ നോക്കിക്കോ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? എന്തിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? വാട്ട് ആർ ഇറ്റ്സ് കൺസീക്വൻസസ്? ക്ലിയർ? ഓക്കെ, നോക്കിക്കോ. നമ്മൾ എന്ത് ചെയ്തു, ഇലക്ട്രിക് കറണ്ട് നേരത്തെ പറഞ്ഞ അതേ സാധനം എന്ത്, ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? അപ്പം മാക്സ്വെൽ എന്ത് ചെയ്തു, ലോജിക്കൽ കൺസിസ്റ്റൻസി കൊണ്ടുവന്നു. ആൻഡ് എ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ഓൾസോ പ്രൊഡ്യൂസ് എന്ത് ചെയ്തു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ? ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ഓൾസോ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് എന്തടാ, ഇതാണ് എന്ത്, അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്സിസ്റ്റൻസ് ഓഫ് റേഡിയോ വേവ്സ്, ഗാമ റേസ്, വിസിബിൾ ലൈറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, EM വേവ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് സാധനം, ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ഓൾസോ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ വരുമ്പോഴാണ് EM വേവ്സ് എന്ത് ചെയ്യുന്നതാ, ജനറേറ്റ് ചെയ്യുന്നത്. EM വേവ്സ്
എന്ന് പറഞ്ഞാൽ ടൈം വേരിങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡുള്ള വേവ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് അല്ലേ, EM വേവ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻ പ്രകാരം ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ഓൾസോ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതുവഴി he logically explained the existence of electromagnetic waves. ക്ലിയർ മക്കളെ? ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് ഒരു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ്, ടു സീ ഹൗ എ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ഗീവ് റൈസ് ടു എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രോസസ് ഓഫ് ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ ആണ്. ആൻഡ് ദെയർ വി അപ്ലൈ ആംബിയർ സർക്യൂട്ടൽ ലോ. ഏതാണ്? ഇൻ്റഗ്രൽ കോസ്റ്റ് ഇൻ്റഗ്രൽ B.dl ഈക്വൽ ടു μ0I. ബ്രാക്കറ്റിൽ ഒരു ടി ഉണ്ട്. എന്താ സാധനം? ആ ടി എന്ന സാധനം ടൈം വേരിയിങ് ആണ് കറണ്ട് എന്നുള്ളത് കാണിക്കാനാട്ടോ. ഓക്കെ, അപ്പോൾ എടാ നമ്മൾ എങ്ങനെയാണ് ഈ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ, അത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് വി അപ്ലൈ ദെയർ ഏതാടാ? നമ്മുടെ ആംബിയർ സർക്യൂട്ടല്ലോ നമ്മൾ അപ്ലൈ ചെയ്യാനും പോവാണ്. ക്ലിയർ മക്കളെ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? ടു ഫൈൻഡ് എ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ പുറത്ത്, മക്കളെ ഇതാണ് ഫിഗർ കണ്ടോ, അതൊരു കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്ററിൻ്റെ പുറത്തുള്ളൊരു പോയിൻ്റാണ് P എന്ന് പറഞ്ഞ പോയിന്റ്. ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കാണാൻ നോക്കുകയാണ്. ഓക്കെ, ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കാണാൻ പോണത്. ഓക്കെ, അപ്പോൾ ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ കപ്പാസിറ്റർ. ഓക്കെ, അപ്പം നമ്മളിപ്പം കണ്ട ഫിഗറിൽ എന്താണ്? ഇറ്റ് ഈസ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. സി അതിൽ എന്തുണ്ട്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സർക്യൂട്ട് വിച്ച് ഇസ് എ ടൈം. അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാ? ഒരു ടൈം വേരിയിങ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ക്ലിയർ? അതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഒരു ടൈം വേരിയിങ് കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ആ P എന്ന് പറഞ്ഞ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കാണാൻ പോവാ അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കാണാൻ പോവാണ് വിച്ച് ഇസ് എ റീജിയൻ ഔട്ട്സൈഡ് ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ക്ലിയർ? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പുറത്തുള്ളൊരു പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പോണത്. അപ്പോൾ ആദ്യം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കാണുന്ന സമയത്ത് എന്താ നമ്മൾ ചെയ്യുക? നമ്മളൊരു പ്ലെയിൻ സർക്കുലർ ലൂപ്പ് കൺസിഡർ ചെയ്യൂ അല്ലേ? ഇതവിടെ കൺസിഡർ ചെയ്താൽ കണ്ടോ, ഈ പോയിന്റുമായിട്ട് ഈ പോയിന്റിലുള്ള എന്ത് കാണുവാടാ? ഒരു സർക്കുലർ ലൂപ്പ്, ആ റേഡിയസിലുള്ള ഒരു സർക്കുലർ ലൂപ്പ് നമ്മൾ എന്ത് ചെയ്തു? P എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ കൺസിഡർ ചെയ്യാണ്. റെഡി മക്കളെ? നമ്മൾ ഇപ്പോൾ പ്ലെയിൻ സർക്കുലർ ലൂപ്പ് നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനിയോ റേഡിയസ് R ആണ്. ഓക്കെ, അതിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ക്യാരിയിങ് വയറിന് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ കപ്പാസിറ്ററിന് എങ്ങനെയല്ലേ കൊടുക്കുക? അപ്പോൾ ഇതാണ് കറണ്ട് ക്യാരിയിങ് വയർ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലെയിൻ, നമ്മുടെ ലൂപ്പിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ കറണ്ട് ക്യാരിയിങ് വയറിൻ്റെ പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് ഇറ്റ് ഇസ് സെൻറ്റേർഡ് സിമെട്രിക്കലി വിത്ത് റെസ്പെക്ട് ടു വയർ. ഓക്കെ, അതിൽ സിമെട്രി പ്രകാരം ഫ്രം ദാറ്റ് സിമെട്രി മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഡയറക്റ്റഡ് എലോങ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കുലർ ലൂപ്പ് ആൻഡ് ഈസ് ദ സെയിം ഇൻ മാഗ്നിറ്റ്യൂഡ് അറ്റ് ഓൾ പോയിന്റ്സ് ഓൺ ദ ലൂപ്പ്. സോ ദാറ്റ് ഇഫ് B ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫീൽഡ്, ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ഇക്വേഷൻ 8.1. അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, കറണ്ട് ക്യാരിയിങ് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഉണ്ടാവുക? എലോങ് ദാറ്റ് ലൂപ്പാണ് ഉണ്ടാവുക അല്ലടാ? എടാ P എന്ന് പറഞ്ഞ പോയിന്റിലെ നമ്മൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഇങ്ങനെ നോക്കുന്ന സമയത്തെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ ഉണ്ടാവുക മക്കളെ? എലോങ് ദീസ് ലൂപ്പാണ്. അപ്പോൾ ആ ലൂപ്പിൽ എന്ന് വെച്ചാൽ ആ സർക്കംഫറൻസ് ഓഫ് ദ ലൂപ്പിലാണ് ആരുണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ ആ ലൂപ്പിലെ എല്ലാ പോയിന്റിലും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കൂലേ? ബിക്കോസ് 6 റേഡിയസ് ഉള്ള ആ ലൂപ്പിലെ എല്ലാ പോയിന്റിലും എന്തായിരിക്കും? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആംബിയർ സർക്യൂട്ടല്ലോ അപ്ലൈ ചെയ്യാൻ പോകണം. എന്ത് ആംബിയർ സർക്യൂട്ടല്ലോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B.dl ഈക്വൽ ടു μ0I വിച്ച് ഇസ് ടൈം വേരിയിങ്. അപ്പോൾ ഈ സാധനം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ. ഈ സാധനം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മക്കളെ B ഇൻറ്റു കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ പറഞ്ഞു അല്ലേ? ആ ലൂപ്പിൽ കംപ്ലീറ്റ് കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് B നമ്മൾ പുറത്തെടുത്തു. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ DL ആണ്. എന്താ സാധനം? സർക്കംഫറൻസ് അല്ലേ? സർക്കംഫറൻസ് അല്ലടാ. അപ്പോൾ B ഇൻറ്റു 2πr ഇസ് ഈക്വൽ ടു μ0I ഇൻറ്റു T നമ്മൾ എഴുതി. പ്രശ്നമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി
ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളൊരു ഡിഫറെൻറ്റ് സർഫസ് കൺസിഡർ ചെയ്യാൻ പോവാണ് കേട്ടോ. അത് സെയിം ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷെ നമ്മൾ അതിൽ നിന്ന് ആദ്യം നമ്മൾ പറഞ്ഞതിൻ്റെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സർഫസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്താ, ഒരു പോട്ട് ലൈക്ക് സർഫസ് എന്ന് വെച്ചാൽ ഈ സാധനം കേട്ടോ, ഒരു പോട്ട് ലൈക്ക് സർഫസാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. കപ്പാസിറ്ററിൻ്റെ ഒരു പോട്ട് ലൈക്ക് സർഫസാണ് നമ്മൾ എന്ത് ചെയ്യുന്നതാ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ മക്കളെ? ഓക്കെ, നോക്കിക്കോ. അപ്പോൾ വിച്ച് നോവേ ടച്ചസ് ദ കറണ്ട്, ഇവിടെ കറണ്ട് ഒന്നും എവിടെയും ടച്ച് ചെയ്യുന്നില്ല, ബട്ട് ഹാസ് ഇറ്റ്സ് ബോട്ടം ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ്. നമ്മുടെ കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിലാണ് ആര് വരുന്നത്, അതിൻ്റെ ബോട്ടം പാർട്ട് വരുന്നത് കണ്ടോ. കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിലാണ് അങ്ങനത്തെ ഒരു സർഫസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ്സ് മൗത്ത് ഈസ് ദ സർക്കുലാർ ലൂപ്പ് മെൻഷൻഡ് അബവ്. നമ്മൾ പറഞ്ഞ സർക്കുലാർ ലൂപ്പാണ് എന്ത്, ആ ഒരു പോട്ട് ലൈക്ക് സ്ട്രക്ചറിൻ്റെ മൗത്ത് എന്ന് പറയുന്നത്. ക്ലിയർ? ആ പോയിന്റ് പി. ഫൈൻ. അപ്പോൾ അനദർ സച്ച് സർഫസ് ഇസ് ഷേപ്ഡ് ലൈക്ക് എ ടിഫിൻ ബോക്സ് വിത്തൗട്ട് ലിഡ്. അപ്പോൾ അത് വേറൊരു സർഫസാണ് എന്ത്, ഈ സാധനം. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ട് സർഫസ് കൺസിഡർ ചെയ്യാണ്. ഒന്നെന്ന് പറയുന്നത് ഇതാണ്, ഈ സർഫസ്. ഓക്കെ, ഒരു എന്താണ് പോട്ട് ലൈക്ക് സ്ട്രക്ചറിൽ ടൈപ്പ് ഓഫ് സർഫസ് ആണ്. അതിൻ്റെ ബോട്ടം വരുന്നത് നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയിലൂടെ ആയിട്ട് ബിറ്റ്വീൻ ആണ്. അതുപോലെ അതിൻ്റെ മൗത്ത് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ലൂപ്പും ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെയുള്ള സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നോക്കിക്കോ, ഇവിടെ നമ്മളൊരു ടിഫിൻ ബോക്സ്, ഒരു മൂടിയില്ലാത്ത ടിഫിൻ ബോക്സ് വെച്ച പോലെയാണ് ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴോ എടാ ആംബിയർ സർക്യൂട്ടല്ലോ നമ്മൾ അപ്ലൈ ചെയ്യാണ് കേട്ടോ. സെയിം പെരിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇക്വേഷൻ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ഉണ്ടോ? ഇല്ല, നമ്മൾ ലൂപ്പ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ അല്ലേ, നമ്മൾ ലൂപ്പ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബി ഇൻറ്റു DL എന്നുള്ള സാധനം എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ എടാ μ0I എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, എൻക്ലോസ്ഡ് കറണ്ട്. ആ സാധനം എന്തായിപ്പോയി, 0 ആയി പോവാ അല്ലേ. കാരണം എന്താണ്, ബിക്കോസ് കറണ്ട് എന്ത് ചെയ്യുന്നില്ല, എൻക്ലോസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ദർ ഇസ് നോ കറണ്ട് വിച്ച് ഇസ് പാസിങ് ത്രൂ ദി സർഫസ്. നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്ന സർഫസ്, ഈ സർഫസിലൂടെ എന്ത് ചെയ്യുന്നില്ലടാ, കറണ്ട് പാസ് ചെയ്യുന്നില്ല. അപ്പോൾ അപ്പുറത്തെ സൈഡ് ബി ഇൻറ്റു ഡിയിലൊക്കെ ശരി തന്നെയായിരുന്നു, പക്ഷെ അപ്പുറത്തെ സൈഡ് എന്തായി പോവാണ്, 0 ആയി പോവാണ് അല്ലേ. അപ്പോൾ ഒരു പ്രശ്നം വന്നു, വി ഹാവ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു വഴിയിലൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് പോയിന്റ് പിയിൽ, അത് ഇവിടെ വെച്ച് നമ്മൾ പോയിന്റ് പിയിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, ബി ഇൻറ്റു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് DL ഇസ് ഈക്വൽ ടു μ0I വെച്ച് നമുക്ക് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ഈ പോയിന്റിൽ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വേറെ രണ്ട് മെത്തേഡിലൂടെ ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് എന്തെന്ന് കിട്ടി, 0 എന്നും കിട്ടി. അപ്പോൾ പ്രശ്നമായില്ലേ, രണ്ടും തമ്മിൽ അടിയായില്ലേ അല്ലേ. അപ്പോൾ പ്രശ്നമായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ആംബിയർ സർക്യൂട്ടൽ ലോ പ്രകാരമാണ് ഈ സാധനം പ്രശ്നം വരുന്നത്. അപ്പോൾ പ്രശ്നം ആർക്കാണ്, ആംബിയർ സർക്യൂട്ടൽ ലോ ഒക്കെ ആയിരിക്കും ഒബ്വിയസ്ലി അല്ലേ. ആംബിയർ സർക്യൂട്ടൽ ലോ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ പ്രശ്നം ആരിൽ തന്നെയാണ്, നമ്മുടെ ആംബിയർ സർക്യൂട്ടൽ ലോ ആണ്. ആംബിയർ സർക്യൂട്ടൽ ലോയിൽ ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് വിൽ ബി മിസ്സിങ് സംതിങ്, അല്ലെങ്കിൽ നോ മിസ് ചെയ്യുന്നുണ്ട്. ആ മിസ്സിങ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കോടാ, വിച്ച് വിൽ ഗെറ്റ് ദ സെയിം മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി. ഏത് സർഫസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡസൻറ്റ് മാറ്റർ, നമുക്ക് ആ മിസ്സിംഗ് ടേം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഡിഫൈൻ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി എന്നുള്ള കാര്യം. ക്ലിയർ മക്കളെ? ഓക്കെ മക്കളെ, സെറ്റ് അല്ലേ? ഇനി അപ്പോൾ ഈ മിസ്സിംഗ് ടേം നമുക്ക് എന്ത് ചെയ്യാം, ആ ഫിഗർ കറക്റ്റ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഗസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എടാ ഈ സർഫസ് എസ് കണ്ടോ, ഈ സർഫസ് എസ്, ഈ സർഫസിലൂടെ എന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ടോ, കറണ്ട് പാസ് ചെയ്യുന്നില്ല, പക്ഷെ എന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ടോ ആ സർഫസിലൂടെ, പറഞ്ഞേ നിങ്ങൾ നോക്കട്ടെ, പറ, എന്തെങ്കിലും ആ സർഫസിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ, എനിത്തിങ് മക്കളെ പറ, ഉണ്ടോ, എന്തെങ്കിലും ആ സർഫസിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ, പറഞ്ഞേ. കറണ്ട് പാസ് ചെയ്യുന്നില്ല, സോ വാട്ട്, എന്താ ഇതിലൂടെ പാസ് ചെയ്യുന്നത്, ഏതാ പാസ് ചെയ്യുന്നത്, എന്തായിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക, വേഗം പറ പറയടാ, എന്താ പാസ് ചെയ്യുന്നത് മക്കളെ, വേഗം പറ. ആൻസർ ഞാൻ കാണിച്ചു തന്നെ ഞാൻ അങ്ങനെ ചോദിക്കാം, എന്താ പാസ് ചെയ്യണമെന്നില്ലേ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡാണ്, ഗുഡ്. അപ്പോൾ നോക്കിക്കോ, ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലുള്ള ഈ എസ് എന്ന് പറഞ്ഞ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ഒരേ ഒരു സാധനം എന്താ മക്കളെ, ഇലക്ട്രിക് ഫീൽഡ്. മക്കളെ മാഗ്നറ്റിക് ഫീൽഡ് അല്ല, ഇലക്ട്രിക് ഫീൽഡ്. കാരണം നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്.
കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്നത് ആരാ മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ പൊന്നു മക്കളെ നമ്മൾ ഈ സംഭവത്തിലൂടെ പാസ് ചെയ്യുന്നത് ആരിലൂടെ? എസ്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു സാധനം ആരാണ്? ഇലക്ട്രിക് ഫീൽഡ്. യെസ്, ഓഫ് കോഴ്സ് ഇലക്ട്രിക് ഫീൽഡ്. കണ്ടോ? നിങ്ങൾ കണ്ടില്ല? ഓക്കെ. അപ്പം ഈ നമ്മുടെ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിൻ്റെ പാരലൽ പ്ലേറ്റിന് ഏരിയ എ ആണ്, ടോട്ടൽ ചാർജ് ക്യൂ ആണെന്നൊക്കെ ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന സാധനം എന്താ മക്കളെ? ക്യൂ ബൈ എ എപ്സിലോൺ 0 ആണല്ലോ. E is equal to Q by A epsilon 0 ആണല്ലോ. അപ്പോൾ ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് എസ്. ഓക്കെ, ക്ലിയർ? അതിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡ് ഓവർ ദ ഏരിയ. ഇറ്റ് ഹാസ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ഓവർ ദ ഏരിയ എ ഓഫ് ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ് ആൻഡ് വാനിഷസ് ഔട്ട്സൈഡ് ഇറ്റ്. ക്ലിയർ? എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ പാരലൽ പ്ലേറ്റിൻ്റെ ഇടയിൽ മാത്രമല്ലേ ഈ സർഫസ് വരുന്നുള്ളൂ, പുറത്തേക്കില്ല. ക്ലിയർ? അപ്പോൾ ഈ വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഇ ത്രൂ ദ സർഫസ് എസ്? അപ്പോൾ ഈ എസ് നമ്മളെന്ന് പറയുന്നത് നമ്മുടെ പാരലൽ പ്ലേറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗോസ് ലോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ഇൻറ്റു എ അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ഇൻറ്റു എ അല്ലേ? അപ്പോൾ 1 by epsilon 0 ഇൻറ്റു ക്യൂ ബൈ എ ഇൻറ്റു എ എന്ന് വരും. നമുക്ക് ഫൈനൽ ആൻസർ ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഇനി എടാ നൗ ഈ ചാർജ് എന്ന് പറയുന്ന സാധനം ഇഫ് ഇറ്റ് ഈസ് ടൈം വേരിയിങ് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഇറ്റ് വിൽ ബി ഡിപ്പെൻഡൻറ്റ് ഓൺ ടൈം. അതൊരു ടൈം വേരിയിങ് കറണ്ട് ആവില്ലേ? ചാർജ് ഓൺ ദ കപ്പാസിറ്റർ പ്ലേറ്റ് ഇസ് ചേഞ്ചിങ് വിത്ത് ടൈം. അതായത് ഡി ക്യൂ ബൈ ഡി ടി ആണെങ്കിൽ വി ഡിഫൈൻ കറണ്ട് ആസ് ഐ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. ക്ലിയർ? അപ്പോൾ ഐ എന്ന് പറയുന്നത് ഡി ക്യൂ ബൈ ഡി ടി ഈഫ് ചാർജ് ക്യൂ ചേഞ്ചസ് വിത്ത് ടൈം. അങ്ങനെ നമ്മൾ ഡി ഫൈ ഇ ബൈ ഡി ടി ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് കാണാൻ പോവാണ്. ഡി ഫൈ ഇ ബൈ ഡി ടി കാണുന്ന സമയത്ത് ഡി ബൈ ഡി ടി ഓഫ് ക്യൂ ബൈ എപ്സിലോൺ 0 വിൽ ബി ഈക്വൽ ടു 1 by epsilon 0 ഇൻറ്റു ഡി ക്യൂ ബൈ ഡി ടി എന്ന് വരൂലേ? ആ ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്ന സാധനം ആരാ മക്കളെ? ആരാണ്? കറണ്ട് അല്ലേ? അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടി നോക്കിക്കോ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇതായത്? അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു കറണ്ടിനെയാണ്. ഒരു കറണ്ട് ഈ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് കണ്ടക്ഷൻ കറണ്ട് അല്ല, പക്ഷെ പുതിയൊരു കറണ്ടാണ്. നോക്കിക്കോ. അപ്പോൾ ഇതെന്താ വന്നതെന്ന് അറിയോ? ഡി ഫൈ ഇ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 1 by epsilon 0 ഇൻറ്റു ഡി ക്യൂ ബൈ ഡി ടി ആണ് അല്ലേ? ഇത് വെച്ചാൽ എന്താണ്? 1 by epsilon 0 ഇൻറ്റു ഐ അല്ലേടാ? ഐ അല്ലേ? ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നത് ഐ ആണ്. സോ ഡി ഫൈ ഇ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 1 by epsilon 0 ഇൻറ്റു ഐ. ഈ എപ്സിലോൺ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടൂലേ? എപ്സിലോൺ 0 ഇൻറ്റു ഡി ഫൈ ഇ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഐ. എടാ ഈ ടേം ആയിരുന്നു, ഈ പറഞ്ഞ കറണ്ടിൻ്റെ ടേം ആയിരുന്നു എവിടെ മിസ്സായി പോയത്? ആംബിയർ സർക്യൂട്ടല്ലോയിൽ മിസ്സായി പോയിരുന്ന ടേം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ മിസ്സിംഗ് ടേം ഇൻ ആംബിയർ സർക്യൂട്ടല്ലോ. ക്ലിയർ? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് മക്കളെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. നമുക്കറിയാം ദ കറണ്ട് ക്യാരീഡ് ബൈ കണ്ടക്ടേഴ്സ് ഡ്യൂ ടു ഫ്ലോ ഓഫ് ചാർജസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? കണ്ടക്ഷൻ കറണ്ട് എന്ന് വിളിച്ചത് അല്ലേ? നമ്മളെ നോർമൽ കറണ്ട്, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കറണ്ട്. പക്ഷേ ഇവിടെ കറണ്ട് എന്നുള്ളത് എന്താടാ? ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം വന്നിട്ടുള്ള ഒരു കറണ്ടാണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദെർഫോർ ഇറ്റ് ഈസ് കോൾഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. കാരണം എന്താ? ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് കാരണമാണ്. ഓക്കെ, ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡാണ്, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം വന്നിട്ടുള്ള കറണ്ടാണ്. സോ വി കോൾ ഇറ്റ് ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന്, അല്ലെങ്കിൽ മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന്. ക്ലിയർ മക്കളെ? ഓക്കെ മക്കളെ, സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോ സോ ക്ലിയർ? ഫൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞ സാധനം. ക്ലിയർ? അങ്ങനെ അപ്പോൾ നമ്മൾ എന്ത് കണ്ടോടാ? ജനറലൈസേഷൻ മെയ്ഡ് ബൈ മാക്സ്വെൽ. നമ്മൾ ഇതൊക്കെ വെച്ചതിന് ശേഷം, എക്സ്പെരിമെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാക്സ്വെൽ ഉണ്ടാക്കിയിട്ടുള്ള ജനറലൈസേഷൻ, ഒരു ജനറൽ എന്താണ്? സോഴ്സ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോട്ട് ജസ്റ്റ് ദ കണ്ടക്ഷൻ കറണ്ട് ഡ്യൂ ടു ഫ്ലോയിങ് ചാർജസ്.
നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഡ്യൂ ടു ദ കണ്ടക്ഷൻ കറണ്ട് ഡ്യൂ ടു ഫ്ലോയിങ് ചാർജസ് ബട്ട് ഓൾസോ ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത് കണ്ടക്ഷൻ കറണ്ട് വെച്ച് മാത്രമല്ല എന്ത് ചെയ്യുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത് ബട്ട് ഓൾസോ ദ ടൈം റേറ്റ് ചേഞ്ച് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണവും കൂടിയാണ് ആരടാ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ? എന്ന് വെച്ചാൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് ദ കണ്ടക്ഷൻ കറണ്ട് ഡിനോട്ടഡ് ബൈ IC and the displacement current denoted by ID which is epsilon 0 d phi E by dt എന്നുള്ള സാധനം. ക്ലിയർ? അപ്പോൾ നമുക്ക് കറണ്ടിനെ ഡിഫൈൻ ചെയ്തു. എങ്ങനെ കറണ്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു? എങ്ങനെയാടാ? I is equal to എന്താ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? I is equal to IE plus ID എന്നുള്ള സാധനം. ക്ലിയർ? IE plus ID എന്നുള്ള സാധനം which is the conduction current plus displacement current. ക്ലിയർ അല്ലേ മക്കളെ? IC plus epsilon 0 d phi E by dt എന്നുള്ള സാധനം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേടാ? ഓക്കെ, സെറ്റ്. ഇതിനെ നമ്മളിങ്ങനെ തിരിച്ചു നോക്കുകയാണ്. ഈ IC പ്ലസ് എപ്സിലോൺ 0 d phi E by dt എന്നുള്ളത് രണ്ട് ടേമാണ്. ഓക്കെ, അതിനെ നമ്മൾ രണ്ട് ഭാഗമാക്കി ഇങ്ങനെ തിരിച്ചു നോക്കുകയാണെങ്കിൽ കപ്പാസിറ്ററിൻ്റെ പുറത്ത്, കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ പുറത്ത് നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? കണ്ടക്ഷൻ കറണ്ട് മാത്രമേ ഉള്ളൂ. ബിക്കോസ് അവിടെ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ക്ലിയർ? കപ്പാസിറ്ററിൻ്റെ പുറത്ത്, കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ പുറത്തായിട്ടുള്ള ഒരു പോയിന്റിൽ വി ഹാവ് ഓൺലി കണ്ടക്ഷൻ കറണ്ട് IC ഈക്വൽ ടു I എന്നുള്ള സാധനം. ക്ലിയർ? ആൻഡ് നോ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, ദാറ്റ് ഈസ് അവിടെ എന്താണ്? ID, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് 0 ആയിരിക്കും. ക്ലിയർ? എന്നാൽ ഇൻസൈഡ് കപ്പാസിറ്ററിൻ്റെ ഉള്ളിലാണെങ്കിലോ അവിടെ എന്തില്ല? കണ്ടക്ഷൻ കറണ്ട് ഇല്ല. ബട്ട് ദർ ഇസ് ഓൺലി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. സോ ദാറ്റ് ID എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ I ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നമ്മൾ ഉള്ളിൽ സർഫസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ കറണ്ട് ഇല്ല വിചാരിച്ചിട്ട് μ0 I 0 ആയി പോവില്ല. പക്ഷേ ആ Iക്ക് പകരം ആര് വരും? ഈ എപ്സിലോൺ 0 d phi by dt എന്നുള്ള സാധനം വരും. ക്ലിയർ? അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് പോയിന്റ് P എടുക്കുന്ന സമയത്ത് സെറ്റ് ആവും. മനസ്സിലായോ? എന്താ സാധനം കിട്ടിയോ? കപ്പാസിറ്റർ നിങ്ങളിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എന്തായിരുന്നു? കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എടുത്ത സമയത്ത് നമ്മൾ സർഫസ് ലൂപ്പ് ഇവിടെ മാത്രം കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ μ0 I എൻക്ലോസ്ഡ് എടുത്ത സമയത്ത് നമുക്ക് ഇവിടെ ഒരു കറണ്ട് ഉണ്ടായിരുന്നു. ക്ലിയർ? അത് പുറത്തുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഇല്ല, കണ്ടക്ഷൻ കറണ്ട് മാത്രം. അപ്പം നമ്മൾ കറണ്ട് എന്ന് പറയുന്നത് അവിടെ IC എടുത്താൽ മതി. ക്ലിയർ? അപ്പം μ0 I എന്നുള്ളത് μ0 IC ആയിരിക്കും. എന്നാൽ ഉള്ളിലുള്ള സർഫസ് വെച്ചിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിലോ ഉള്ളിൽ എന്തായിരിക്കും? ആരുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉണ്ടാവില്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ μ0 I എടുക്കുന്ന സമയത്ത് എന്തുണ്ടാവും? ആ I എന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. പക്ഷെ അവിടെ കണ്ടക്ഷൻ ഇല്ല എന്ന് വിചാരിച്ച് എന്താക്കരുത്? 0 ആക്കരുത് എന്നുള്ള കാര്യം. ക്ലിയർ അല്ലേടാ? ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഇത് ആംബിയർ സർക്യൂട്ടൽ ലോയിലെ കറക്ഷൻ അല്ലേ? ആംബിയർ സർക്യൂട്ടൽ ലോയിൽ ഒരു ടേം മിസ്സിങ് ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ നമ്മൾ ആംബിയർ സർക്യൂട്ടൽ ലോയിനെ ഒന്ന് ശരിയാക്കി കൊടുത്തു. എന്താ ശരിയാക്കി കൊടുത്തിട്ടുള്ളത്? ഇതാ. ക്ലിയർ? integral, closed integral B dot dl is equal to mu0 IC conduction current plus mu0 into epsilon 0 d phi E by dt എന്നുള്ള സാധനം. mu0 into IC plus ID എന്ന് വരും. That is mu0 IC plus mu0 into ID. That is mu0 epsilon 0 d phi E by dt എന്നുള്ള സാധനം. ക്ലിയർ മക്കളെ? ഓക്കെ, ഇതാണ് എന്താടാ ആംബിയർ മാക്സ്വെൽസ് ലോ എന്ന് പറയുന്ന സാധനം. ഇതാണ് ആംബിയർ മാക്സ്വെൽ ലോ. എന്ത്? ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ B ഡോട്ട് dl is equal to mu0 IC plus mu0 epsilon 0 d phi E by dt എന്നുള്ള സാധനം. ക്ലിയർ മക്കളെ? ഓക്കെ, ഓക്കെ അല്ലേ? ഫൈൻ. ഇനി ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ കൺസീക്വൻസസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഹാസ് ലിറ്ററലി ഫാർ റീച്ചിങ് കൺസീക്വൻസസ്. ഓക്കെ, ഇതിൻ്റെ കൺസീക്വൻസ് ഒന്നെന്താണ്? ഇപ്പം നമ്മൾ ലോ ഓഫ് ഇലക്ട്രിസിറ്റിയും ലോ ഓഫ് മാഗ്നറ്റിസം മോർ സിമെട്രിക്കലായി. മോർ സിമെട്രിക്കൽ, ശ്രദ്ധിക്കണം കേട്ടോ, മോർ സിമെട്രിക്കൽ. അവിടെ സ്റ്റാർ ഇട്ട് കൊടുത്തണം. എന്താ സ്റ്റാർ എന്നുള്ളത് നോക്കാം നമുക്ക്. ദേ ആർ സ്റ്റിൽ നോട്ട് പെർഫെക്റ്റ്ലി സിമെട്രിക്കൽ. പെർഫെക്റ്റ്ലി സിമെട്രിക്കൽ അല്ല, കുറേ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നോൺ സോഴ്സ് ഒന്നുമില്ല. മാഗ്നറ്റിക് മോണോപോൾസ് ഡസൻറ്റ് എക്സിസ്റ്റ്. ക്ലിയർ? അപ്പോൾ നമുക്ക് സോഴ്സ് ഒന്നുമില്ല. പക്ഷേ കംപ്ലീറ്റ്ലി സിമെട്രിക്കൽ അല്ല. നമ്മൾ എന്താ പറയുക? കൺസീക്വൻസ് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് വെച്ചിട്ട് എടാ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം മോർ സിമെട്രിക്കൽ ആവാണെന്ന് പറയാം.
Okay, we can't say they are perfectly symmetrical എന്നുള്ള കാര്യം. Clear? പിന്നെയോ അപ്പം more symmetrical എന്നുള്ള സാധനം. ഇനിയോ Faraday's law of induction states that there is an induced EMF which is equal to the rate of change of magnetic flux. നമുക്ക് Faraday's lawയിൽ EMI നമ്മൾ പഠിക്കുന്ന സാധനമാണ് എന്ത് ഈക്വൽ നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ആരുണ്ടാവും എന്നുള്ളത് EMF ഉണ്ടാവും എന്നുള്ളത് അല്ലേ. അപ്പോൾ ഒരു രണ്ട് പോയിന്റ് തമ്മിലുള്ള EMF എന്ന് പറയുന്നത് എന്താടാ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ടു ടേക്ക് ഇറ്റ് ഫ്രം 1 to 2 ആണ് അല്ലേ. ഒരു പോയിന്റ് 1 ഉം 2 ഉണ്ടെങ്കിൽ അവിടുത്തെ EMF എന്ന് പറയുന്നത് എന്താണ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ടു ടേക്ക് ദാറ്റ് ചാർജ് ഫ്രം 1 to 2 ആണ്. ക്ലിയർ? അപ്പോൾ ഈ എക്സിസ്റ്റൻസ് ഓഫ് EMF എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ അല്ലേ. അപ്പം നമുക്ക് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ നമുക്ക് റീഫ്രേസ് ചെയ്തുകൂടെ എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചിങ് വിത്ത് ടൈം ഗീവ്സ് റൈസ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള സാധനം. ക്ലിയർ? അപ്പോൾ ഫാരഡേസ് ലോസ് നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ മാക്സ്വെൽ പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ സാധനം എന്ത് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഇസ് ചേഞ്ചിങ് വിത്ത് ടൈം ഗീവ് റൈസ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഫാരഡേസ് ലോയിൽ. അപ്പോൾ ഫാക്ട് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഇസ് ചേഞ്ചിങ് വിത്ത് ടൈം ഗീവ് റൈസ് ടു എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സിമ്മെട്രിക്കൽ ആയില്ലേ. അതാണ് നമ്മൾ പറയുന്നത് കൊണ്ടുവരുന്ന സാധനം സിമ്മെട്രിക്കൽ ആയില്ലേ. നമ്മൾ ഫാരഡേസ് ലോ പ്രകാരം നമ്മൾ എന്താ പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഇസ് ചേഞ്ചിങ് വിത്ത് ദ ടൈം ക്യാൻ ഗീവ് റൈസ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളതാണ് നമ്മൾ എന്തിൽ പറയുന്നത് ഫാരഡേസ് ലോ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ EMFസിൻ്റെ എക്സിസ്റ്റൻസ് ID ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് വെച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ഗീവ് റൈസ് ടു എ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള സാധനം. ആംപിയർ മാക്സ്വെൽ ലോ ക്ലോസ് ഇൻ്റഗ്രൽ B dot dl is equal to μ0 IC plus μ0 epsilon 0 d phi E by dt എന്നുള്ള സാധനം. ക്ലിയർ? ഓക്കെ ഫൈൻ. ഇനി നമ്മൾ പറയാൻ പോണത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചാണ്. ഒരു സെക്കൻഡ് കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞത് ചെറിയൊരു ടെക്നിക്കൽ എറർ വന്ന കാരണമാണ് ഇടയിൽ സ്റ്റക്കായി പോയത് കേട്ടോ. ഓക്കെ ഫൈൻ. സോ ഇനി നമ്മൾ പറയാൻ പോണത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഓക്കെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ക്ലിയർ? ഓക്കെ ഫൈൻ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമ്മൾ പറയുന്ന സമയത്ത് വി ഹാവ് സോഴ്സസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ സോ നമ്മൾ വേവ്സിൻ്റെ എക്സിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തു മാക്സ്വെൽസ് ലോ വെച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ സോഴ്സസ് ആണ്. ക്ലിയർ? അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എങ്ങനെയാണ് മക്കളെ വരുന്നത്? ഹൗ ഡസ് ഇറ്റ് പ്രൊഡ്യൂസ്ഡ്? സ്റ്റേഷനറി ചാർജോ നെയ്തർ സ്റ്റേഷനറി ചാർജ് നോർ ചാർജസ് ഇൻ യൂണിഫോം മോഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല ക്യാൻ ബി സോഴ്സസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാക്കാൻ ആർക്ക് പറ്റില്ല? സ്റ്റേഷനറി ചാർജിന് പറ്റില്ല. ഓൾസോ ചാർജസ് ഇൻ യൂണിഫോം മോഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല
ചാർജസ് ഇൻ യൂണിഫോം മോഷൻ എന്ത് ചെയ്യാൻ പറ്റില്ലടാ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ. സോ ദ ഫോമർ പ്രൊഡ്യൂസ് ഓൺലി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ്. ആര്? സ്റ്റേഷനറി ചാർജ്. എടാ സ്റ്റേഷനറി ചാർജ് എന്ത് മാത്രമേ ഉണ്ടാക്കുള്ളൂ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. രണ്ടാമത്തത് എന്തേ ഉണ്ടാക്കുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡേ ഉണ്ടാക്കുള്ളൂ. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇറ്റ് ഡസൻ വാരി വിത്ത് ടൈം. ടൈം അനുസരിച്ച് എന്ത് ചെയ്യുന്നില്ലടാ, ചേഞ്ച് ചെയ്യുന്നില്ല. ക്ലിയർ? ക്ലിയർ? സോ ഇതാണ് എന്ത് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ഓഫ് മാക്സ്വെല്ലിൻ്റെ തിയറി എന്ന് പറയുന്നത്. എന്ത്? ആക്സിലറേറ്റഡ് ചാർജസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് റേഡിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ടൈം വേരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വേണം അല്ലേ. അപ്പോൾ സ്റ്റേഷനറി ചാർജ് ആരേ ഉണ്ടാക്കുള്ളൂ? ഓൺലി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡേ ഉണ്ടാക്കുള്ളൂ. ആൻഡ് ചാർജസ് ഇൻ യൂണിഫോം മോഷൻ, അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്റ്റഡി കറണ്ട് എന്ന് വിളിക്കുക. ഈ സ്റ്റഡി കറണ്ട് എന്തുണ്ടാക്കുള്ളൂടാ, മാഗ്നറ്റിക് ഫീൽഡേ ഉണ്ടാക്കുള്ളൂ. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ടൈം വേരിയിങ്. പക്ഷേ ടൈം വേരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കണമെങ്കിൽ ആര് വരണടാ, ആക്സിലറേറ്റഡ് ചാർജസ്. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ഓഫ് മാക്സ്വെൽസ് തിയറി. ആക്സിലറേറ്റഡ് ചാർജസ് റേഡിയേറ്റ് ദി EM വേവ്സ് എന്നുള്ള സാധനം. ക്ലിയർ? ക്ലിയർ? ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ബുക്കിൽ തന്നെ തന്നിട്ട് ഇറ്റ് ഈസ് ബിയോണ്ട് ദിസ് ബുക്ക് എന്നാണ്. അതായത് ഒരുപാട് റിസർച്ച് ചെയ്ത് പഠിക്കണം ഇതിൻ്റെ പ്രൂഫ് കിട്ടണമെങ്കിൽ. ഓക്കെ, അപ്പം അത്ര മനസ്സിലാക്കുക എന്ത്, ആക്സിലറേറ്റഡ് ചാർജസ് റേഡിയേറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നുള്ള കാര്യം. ക്ലിയർ മക്കളെ? ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ക്വാളിറ്റേറ്റീവ് റീസണിങ് വെച്ചിട്ട് മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ തിയറട്ടിക്കൽ പ്രൂഫ്, എക്സ്പെരിമെൻ്റൽ പ്രൂഫൊക്കെ നമുക്ക് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടല്ലേ കിട്ടുള്ളൂ. ഓക്കെ, സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. എന്ത്? ആക്സിലറേറ്റഡ് ചാർജ് റേഡിയേറ്റ് ദി EM വേവ്സ് എന്നുള്ള സാധനം. ക്ലിയർ മക്കളെ? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വി ആർ കൺസിഡറിങ് എ ചാർജ് വിച്ച് ഈസ് ഓസിലേറ്റിംഗ് വിത്ത് സം ഫ്രീക്വൻസി. ഓസിലേറ്റിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്തുതന്നെയാണ് ശരിക്കും? ആക്സിലറേറ്റിംഗ് ചാർജ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ് വിത്ത് സം ഫ്രീക്വൻസി എന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ ചാർജിന് ഓസിലേഷൻ നടക്കുകയാണ് വിത്ത് സം ഫ്രീക്വൻസി. സോ വി ആർ കോളിംഗ് ഇറ്റ് ആസ് ഓസിലേറ്റിംഗ് ചാർജ് എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ബേസിക്കലി എന്ത് തന്നെയാണ്? ആക്സിലറേറ്റിംഗ് ചാർജ് ആണ്. ഇതെന്തുണ്ടാക്കും? ഈ ആക്സിലറേറ്റിംഗ് ചാർജ് ഇറ്റ് പ്രൊഡ്യൂസ് ആൻ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ സ്പേസ് വിച്ച് പ്രൊഡ്യൂസ് ആൻ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ആക്സിലറേറ്റഡ് ചാർജ് എന്തുണ്ടാക്കും? ഓസിലേറ്റിംഗ് ചാർജ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ടേൺ എന്തുണ്ടാക്കും? ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും ഇല്ലേ. അപ്പോൾ ഇതാണ് എന്ത്, ഇതെന്തായി? ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്. ആര്? ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. മനസ്സിലായോ? അങ്ങനെ പോകും. ഓക്കെ, എന്ത്? ഓസിലേറ്റിംഗ് ചാർജ് എന്തുണ്ടാക്കൂടാ? ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ഈ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് എന്തുണ്ടാക്കും? ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഈ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എഗൈൻ ആരുണ്ടാക്കും? ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ആ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് പിന്നെ എന്തുണ്ടാക്കും? ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പോൾ സാധനം ഇങ്ങനെ പോകും. മനസ്സിലായോ? ക്ലിയർ? ഇനി അപ്പോൾ ഈ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇതെന്ത് ചെയ്യും? റീജനറേറ്റ് ഈച്ച് അതർ അല്ലേ. നമ്മുടെ തിയറി വെച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യും? റീജനറേറ്റ് ഈച്ച് അതർ. അങ്ങനെ റീജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആര് ഡെവലപ്പ് ചെയ്യുന്നു? ഒരു വേവ് ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ആസ് എ വേവ് ത്രൂ ദ സ്പേസ്. അതാണ് നമ്മുടെ സ്വന്തം EM വേവ്സ് എന്ന് പറയുന്ന സാധനം. ക്ലിയർ മക്കളെ? ക്ലിയർ? ഓക്കെ, ഇനി ദ ഫ്രീക്വൻസി ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നേച്ചുറലി ഈക്വൽസ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് ദ ചാർജ്. നമ്മൾ നേരത്തെ ഒരു ചാർജ് ഓസിലേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും നമ്മുടെ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെ ഫ്രീക്വൻസി എന്നും പറയുന്നത്. ക്ലിയർ? അതിൻ്റെ എനർജി അസോസിയേറ്റഡ് വിത്ത് ദിസ് വേവ്സ് കംസ് ആസ് അതെന്ന് പറയുന്നത് എനർജി ഓഫ് ദ സോഴ്സിനനുസരിച്ചിരിക്കും. ആക്സിലറേറ്റഡ് ചാർജിൻ്റെ എനർജിക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെയും എനർജി എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ? ക്ലിയർ മക്കളെ? ഇനി നമ്മൾ വിചാരിക്കും അത് ഭയങ്കര ഈസിയാണ്. നമ്മളെ ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഈ ലൈറ്റ് EM വേവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന കാര്യം ഭയങ്കര ഈസിയാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ അല്ല, ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം വിചാരിച്ചു എന്ത്, നമുക്ക് ആകെ ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ, സെറ്റപ്പ് ആൻ AC സർക്യൂട്ട് വിത്ത് കറണ്ട് ഓസിലേറ്റ് അറ്റ് ദ ഫ്രീക്വൻസി ഓഫ് എ വിസിബിൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുന്ന കറണ്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഒരു യെല്ലോ ലൈറ്റ് എടുക്കുകയാണ്. ഓക്കെ, പക്ഷേ ലാസ്റ്റ് എന്തായി? അത് നടക്കില്ല എന്ന് മനസ്സിലായി. കാരണം എന്താ? ഫ്രീക്വൻസി ഓഫ് യെല്ലോ ലൈറ്റ് എന്ന് പറയുന്നത് 6 × 10⁻14 ആണ്. പക്ഷേ നമുക്ക് ഈ ഇലക്ട്രോണിക് സർക്യൂട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് 10⁻11 ആണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ എന്ന് നമ്മുടെ EM വേവ്സിൻ്റെ എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിരുന്നു. ഓക്കെ,
അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ലോ ഫ്രീക്വൻസി റീജിയനിലുള്ള കേട്ടോ, റേഡിയോ വേവ് റീജിയനിലൊക്കെ ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ എക്സ്പെരിമെൻ്റൽ പ്രൂഫ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഹാർഡ് എന്നുള്ള കാര്യം. ഓക്കെ, അങ്ങനെയാണ് ഹേർട്സിൻ്റെ എക്സ്പെരിമെൻ്റ് വന്നിട്ടുള്ളത്. ഹേർട്സ് സക്സസ്ഫുൾ എക്സ്പെരിമെൻ്റൽ ടെസ്റ്റ് ഓഫ് മാക്സ്വെൽസ് തിയറി ക്രിയേറ്റഡ് എ സെൻസേഷൻ. അപ്പോഴാണ് ഹേർട്സ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഹേർട്സ് വന്നു, ഹേർട്സ് കുറേ എന്ത് ചെയ്തു, എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ നടത്തി. ആരുടെ? EM വേവിൻ്റെ. ക്ലിയർ? ഓക്കെ, ഇവിടെ രണ്ട് സാധനം കൂടി പറയുന്നുണ്ട്. 2 important achievements in this connection deserve mention. 7 years after Hertz, Jagadish Chandra Bose working at Calcutta, ഇപ്പോൾ കൊൽക്കത്ത ട്ടോ, succeeded in producing and observing the electromagnetic waves of such shorter wavelengths. His experiment, like that of Hertz, was confined to the laboratory. അപ്പം നമ്മുടെ ഇന്ത്യക്കാരനായ ഒരാളും എന്ത് ചെയ്തു, ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വളരെ കുറഞ്ഞ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഡെമോൺസ്ട്രേഷൻ നടത്തിയിരുന്നു ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന് പറഞ്ഞ ആൾ. ക്ലിയർ? ഓക്കെ, ആ സമയം തന്നെയായിരുന്നു നമ്മുടെ മാർക്കോണി ഇറ്റലിയിൽ എന്ത് ചെയ്തു, ഹേർട്സിൻ്റെ വർക്ക് ഫോളോ ചെയ്തു. അങ്ങനെ ഹി സക്സീഡഡ് ഇൻ ട്രാൻസ്മിറ്റിംഗ് ദിസ് EM വേവ്സ് ഓവർ ഡിസ്റ്റൻസ് ടു മെനി കിലോമീറ്റർ. റേഡിയോ എന്ന് പറഞ്ഞ സാധനം അല്ലേ, നമ്മൾ ഇവിടെ റേഡിയോ വെക്കണു, അവിടെ നിന്ന് ആരോ പറയുന്നു, നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുന്നു. അതൊക്കെ എന്താണ്, ഈ EM വേവ്സിലുള്ള സിഗ്നൽ ട്രാൻസ്മിഷൻ വഴിയായിരുന്നു. ക്ലിയർ? സോ മാർക്കോണിയുടെയും ജഗദീഷ് ചന്ദ്ര ബോസിൻ്റെയും ഒരു മെൻഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ വരുന്നുണ്ട് കേട്ടോ. ക്ലിയർ മക്കളെ? ക്ലിയർ? ഇനി നമ്മൾ പറയാൻ പോണത് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നുള്ള കാര്യമാണ്. ഈ EM വേവ്സിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാക്സ്വെൽ ഇക്വേഷൻസ് നമ്മൾ എന്ത് കണ്ടു, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഈ EM വേവിലുള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, ആൻഡ് ഓൾസോ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. എന്ന് വെച്ചാൽ സാധനം ഇപ്പോൾ ഒരു വേവ് എങ്ങനെയാണ് പോകണമെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ആരൊക്കെ? ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്നുള്ള സാധനം. ക്ലിയർ മക്കളെ? ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മൾ പറഞ്ഞു എന്ത്, ബിയും ഇയും എന്താണ്, പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, പെർപെൻഡിക്കുലർ ആണ്. ഫൈൻ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ, വി ആർ ഷോയിങ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് ഇസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് ദ Z ഡയറക്ഷൻ. ഓക്കെ, ഈ സാധനം നമ്മൾ സെഡിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു EM വേവിനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ EM വേവിൽ ആരൊക്കെ ഉണ്ടടാ, ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ പോകണം കണ്ടോ, ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡാണ്. ഇതാരാ പോണത്, മാഗ്നറ്റിക് ഫീൽഡാണ്. ക്ലിയർ? ഇതാണ്, ദിസ് ഈസ് എ ലീനിയർലി പോളറൈസ്ഡ് EM വേവ് എന്ന സാധനം. ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് എലോങ് ദ ഡയറക്ഷൻ Z ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് വിത്ത് ആൻ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് E അലോങ് X ഡയറക്ഷൻ. അല്ലേ, ഇൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ, എക്സിലേക്കാണ്, ബീൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ, വൈയിലേക്കാണ്. ക്ലിയർ? സോ ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ക്ലിയർ മക്കളെ? ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു എന്ത്, ഇതൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ജസ്റ്റ് വി ആർ ടേക്കിംഗ് എൻ എക്സാമ്പിൾ, എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ Z ഡയറക്ഷൻ. നമ്മളൊരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് EX എന്ന് പറയുന്നത് X ആക്സിസിന് എലോങ് ആണ്, ആൻഡ് BY മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് Y ആക്സിസ് എലോങ് ആണ്. ക്ലിയർ? ഫൈൻ. ഇനി ഇവരൊക്കെ വേരിയിങ് സൈനുസോയിഡലി അല്ലേ, നമ്മുടെ ഗ്രാഫ് സൈനുസോയിഡൽ ഗ്രാഫാണ്. സോ ദേ ആർ വേരിയിങ് സൈനുസോയിഡൽ എന്ന് പറയാം നമുക്ക്. ആൻഡ് ഇവിടെ EXും BYയും എന്താണ്, പെർപെൻഡിക്കുലർ ആണ്, ആൻഡ് ഓൾസോ ടു ദി Z എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ഇനി നമ്മൾ EXനെയും BYനെയും നമ്മൾ എന്ത് ചെയ്യാണ്, വേവ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എഴുതാൻ പോവാണ്. അങ്ങനെ നമ്മൾ എഴുതി EX ഈക്വൽ ടു E0 സൈൻ KZ മൈനസ് ഒമേഗ ടി, പ്രൊപ്പഗേഷൻ Zലാണ്, ആൻഡ് BY ഈസ് ഈക്വൽ ടു B0 ഇൻറ്റു സൈൻ KZ മൈനസ് ഒമേഗ ടി. പ്രശ്നമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ക്ലിയർ? ഓക്കെ, ഇവിടെ K എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ വേവ് ലെങ്ത് ലാംഡ അല്ലേ. K ഈസ് ഈക്വൽ ടു 2π/λ എന്നുള്ള സാധനം നമുക്കറിയാം. ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഈ K എന്ന് പറയുന്നത് ആക്ച്വലി ദ വേവ് വെക്ടറാണ്. നമ്മളതിനെ വേവ് വെക്ടർ എന്നാണ് വിളിക്കുക, പ്രൊപ്പഗേഷൻ വെക്ടർ. ഓക്കെ, ആ കെയുടെ ഡയറക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താടാ, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആണ്. നമ്മൾ KZ എന്ന് എഴുതിയില്ലേ, അപ്പോൾ ആ Z എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ക്ലിയർ? അപ്പോൾ EXും BYയും മാക്സ്വെൽ ഇക്വേഷൻ വെച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് CK ആണ്, വേർ C എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/√μ0ε0 എന്നുള്ള സാധനം. ഓക്കെ, ഈ ഒമേഗ ഈക്വൽ ടു CK എന്നുള്ളത് വേവ്സിനുള്ളൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ഓക്കെ, ഇത് നമുക്ക് ഫ്രീക്വൻസി വഴി നമ്മൾ എഴുതും എന്ത്
ന്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π എന്നുള്ള സാധനം. ഒമേഗ ഈക്വൽ ടു 2π ന്യൂ എന്നുള്ള സാധനം നമുക്കറിയുന്ന സാധനമാണ്. സോ ഒമേഗ ഈക്വൽ ടു സി കെ എന്നുള്ള റിലേഷൻ എടുക്കുക. സി കെയിൽ എന്നുള്ള റിലേഷൻ നമ്മൾ എന്ത് ചെയ്തു, ലാംഡ, നമുക്ക് ലാംഡ ഇസ് ഈക്വൽ ടു 2πk എന്നുള്ള റിലേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, 2π ന്യൂ അല്ലെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു ഈ സാധനമാണ് എഴുതാൻ പോണത് സി കെ എന്നുള്ള സാധനം. ഈ കെ എന്നുള്ളത് നമ്മൾ 2π ബൈ ലാംഡ എന്ന് എടുക്കും. 2π ബൈ കെ ഇസ് ഈക്വൽ ടു ലാംഡ ആണ്. സോ ലാംഡ ഇസ് ഈക്വൽ അല്ല കെ ഇസ് ഈക്വൽ ടു 2π ബൈ ലാംഡ എന്നുള്ള സാധനം. ക്ലിയർ? സോ 2π ന്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു 2π ബൈ ലാംഡ എന്ന് നമുക്ക് കിട്ടൂലേ. സോ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, വി ലാംഡ ഈക്വൽ ടു സി എന്നെടുത്തു. ഇതാണ് എന്തടാ, ഇറ്റ് ഈസ് ഓൾസോ സീൻ ഫ്രം ദ മാക്സ്വെൽ ഇക്വേഷൻ ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇസ് റിലേറ്റഡ് ആസ് ബി ഈസ് ഈക്വൽ ടു E0 ബൈ സി എന്നുള്ള സാധനം. ക്ലിയർ? നമുക്ക് സി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്നുള്ള റിലേഷൻ നമുക്കറിയാം. ഓക്കെ, സി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്നുള്ള റിലേഷൻ നമുക്കറിയാം. അങ്ങനെ നമുക്ക് മാക്സ്വെൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഏത്? B0 ഇസ് ഈക്വൽ ടു E0 ബൈ സി എന്നുള്ള സാധനം. അത് ഇതിൽ നിന്ന് വരുന്നതാ, നമ്മുടെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് വരുന്നതാ. ഓക്കെ, നമ്മുടെ B0 ഈക്വൽ ടു E0 ബൈ സി എന്നുള്ള സാധനം. ക്ലിയർ? ഇത് നമുക്ക് മാക്സ്വെൽ ഇക്വേഷൻ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഡിഫൈൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. സോ വി ഹാവ് എ റിലേഷൻ ബിറ്റ്വീൻ അവർ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് B0 ഈക്വൽ ടു E0 ബൈ സി എന്നുള്ള സാധനം. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇതെന്താണ് ശരിക്കും? ദേ ആർ സെൽഫ് സസ്റ്റെയിനിങ് ഓസിലേഷൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഫ്രീ സ്പേസ്. നമ്മൾ പറഞ്ഞു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ആൻഡ് ദേ ഡിഫർ ഫ്രം ഓൾ അതർ വേവ്സ്. കാരണം എന്താ, ഇവിടെ മെറ്റീരിയൽ മീഡിയത്തിൻ്റെ ആവശ്യമില്ല ആർക്ക്, EM വേവിൻ്റെ പ്രൊപ്പഗേഷന്. ദേ ഡസൻ നീഡ് എ മെറ്റീരിയൽ മീഡിയം. ക്ലിയർ? വൈബ്രേഷൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന് നമ്മുടെ മെറ്റീരിയൽ മീഡിയത്തിൻ്റെ എന്തില്ല, ആവശ്യമില്ല. സോ ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം ഓൾ അതർ വേവ് ഫോംസ്. ക്ലിയർ? കാരണം എന്താ, നമ്മുടെ സൗണ്ട് വേവിനൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ത് വേണം? സൗണ്ട് വേവ് എന്താ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മെറ്റീരിയൽ മീഡിയം വേണം. പക്ഷേ ഈ EM വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്തിൻ്റെ ആവശ്യമില്ല? ഇറ്റ് ഡസൻ നീഡ് എ മെറ്റീരിയൽ മീഡിയം. നോ മെറ്റീരിയൽ മീഡിയം ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ? ഓക്കെ, ഇനി സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. മെറ്റീരിയൽ മീഡിയം ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ പാരഗ്രാഫിൽ വരുന്നത്. ഇനി മെറ്റീരിയൽ മീഡിയം ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, ഇഫ് ദർ വാസ് എ മെറ്റീരിയൽ മീഡിയം ഉണ്ടായിരുന്നെങ്കിൽ, നമുക്കറിയാം ലൈറ്റ് EM വേവ് ആണ്. ഇറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ദ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ പോകുന്ന നമുക്കറിയാം അല്ലേ. ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധാ ലൈറ്റ് റിഫ്രാക്ഷനൊക്കെ നമ്മൾ കാണുന്നതല്ലേ. ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ള സാധനം. സോ നമ്മൾ ആദ്യം കണ്ടിട്ട് എന്ത്, ടോട്ടൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ മീഡിയം ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് എപ്സിലോൺ അല്ലേ, പെർമിറ്റിവിറ്റി വെച്ചിട്ടാണ്. ആൻഡ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി മ്യൂ എന്ന് പറഞ്ഞ സാധനം നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു. എന്ത്, 1/μ എന്നുള്ള റിലേഷൻ ഇല്ലടാ, ഇല്ലേ? സോ വെലോസിറ്റി V ഈസ് ഈക്വൽ ടു 1/μ എന്നുള്ള റിലേഷൻ നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ, പെർമിറ്റിവിറ്റിയും പെർമിയബിലിറ്റിൻ്റെ ടേംസിൽ. ക്ലിയർ? അപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓഫ് ദ മീഡിയം. റൈറ്റ്? ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇഫ് ദർ വാസ് മെറ്റീരിയൽ മീഡിയം കുഴപ്പമൊന്നുമില്ല, എന്ത് EM വേവ്സിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നു. ബിക്കോസ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് പെർമിറ്റിവിറ്റിനെയും നമ്മുടെ പെർമിയബിലിറ്റിനെയും ആണെന്നുള്ള സാധനം. ക്ലിയർ? ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ റേ ഓപ്റ്റിക്സ് ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിഫ്രാക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പഠിക്കും. ഇനി velocity of EM waves in free space or vacuum is an important fundamental constant. ഈ EM വേവ്സ് ഫ്രീ സ്പേസിലും വാക്വത്തിലും അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻറ്റ്. കാരണം എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ ഇറ്റ് ഹാസ് ബീൻ ഷോൺ എക്സ്പെരിമെൻറ്റ്സ് വഴി നമുക്ക് കാണിച്ചു തന്നിട്ട് എന്താണ്, EM വേവ്സിന് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉള്ള EM വേവ്സിന് വെലോസിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും ടു വിത്തിൻ എ ഫ്യൂ മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ഓക്കെ, കുറച്ച് എന്തായിരിക്കും വെലോസിറ്റി സെയിം ആയിരിക്കും. ഓക്കെ, ഔട്ട് ഓഫ് എ വാല്യൂ നമ്മൾ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് വെക്കുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് എന്താണ് വാല്യൂസ് എന്തായിരിക്കും, സെയിം ആയിട്ട് വരുന്നു. സോ ദ കോൺസ്റ്റൻസി ഓഫ് ദ വെലോസിറ്റി ഓഫ് EM വേവ്സ് ഇൻ എ വാക്വം ഇസ് വെരി സ്ട്രോങ്ലി സപ്പോർട്ടഡ് ബൈ ദ എക്സ്പെരിമെൻറ്റ് ആൻഡ് ദ ആക്ച്വൽ വാല്യൂ സോ വെൽ നോൺ നൗ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ എ സ്റ്റാൻഡേർഡ് ഓഫ് ലെങ്ത്.
ക്ലിയർ എന്ന് വെച്ചാൽ നമ്മൾ മീറ്ററിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മൾ ഈ വാല്യൂസ് വെച്ചിട്ട് അതായത് ഇ എം വേവ്സിന് ഇവിടെ ജസ്റ്റ് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ എന്ത് ഈ ഇ എം വേവ്സിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സ്പേസിലോ വാക്വത്തിലോ എന്തായിരിക്കും ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച്. അപ്പോൾ ഇ എം വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് സ്പേസിലോ അല്ലെങ്കിൽ വാക്വത്തിലോ ആണെങ്കിൽ ദിസ് ഇ എം വേവ്സിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻറ്റ്. ഈ വിസിബിൾ ലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കും. ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് ഇനി ഇവിടെ ഒരു സാധനം പറയുന്നുണ്ട്. ഹേർട്സ് നോട്ട് ഓൺലി ഷോഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഇ എം വേവ്സ് ബട്ട് ഓൾസോ ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ദ വേവ്സ് വിച്ച് ഹാഡ് വേവ് ലെങ്ത് 10 million times that of the light waves could be diffracted, refracted and polarized. എന്ന് വെച്ചാൽ നമ്മൾ വേവിനെ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ട് വേവിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫ്രാക്ഷൻ, റിഫ്രാക്ഷൻ, പോളറൈസ് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. എന്തുണ്ട് ഈ ഇ എം വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണെന്നും കൂടെ ആര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? ഹേർട്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേഡിയേഷൻ ഈ ഇ എം റേഡിയേഷൻ്റെ വേവ് നേച്ചറും ആര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? ഹേർട്സ് ഡിഫൈൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ, ഫൈൻ. ഇനി കാരണം ഹി ഒബ്റ്റെയിൻഡ് ദ സ്പീഡ് ഓഫ് ദ വേവ് യൂസിങ് ദിസ് ഫോർമുല v is equal to ന്യൂ ലാംഡ എന്നുള്ള സാധനം വെച്ചിട്ട് ആളെന്ത് ചെയ്തു? സ്റ്റേഷനറി വേവിനെ കൺസിഡർ ചെയ്തിട്ടാണ് ആളെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ഫോർമുല ഒക്കെ ഡെവലപ്പ് ചെയ്തു കേട്ടോ. സോ നമ്മുടെ വേവ് നേച്ചർ ഓഫ് ദിസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ആര്? ഹേർട്സ്. ക്ലിയർ മക്കളെ? ഓക്കെ. ഇനി ഇവിടെ ഒരു കാര്യം പറയണത് എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ക്യാരി എനർജി ആൻഡ് മൊമെൻറ്റം ലൈക്ക് അതർ വേവ്സ് ഉണ്ട്. നമ്മൾ ചാപ്റ്റർ 2 നമ്മൾ പറയുന്നുണ്ട് എന്ത്? ഫ്രീ സ്പേസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡുള്ള ഈ ഇലക്ട്രിക് ഫീൽഡുള്ള നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നുള്ള ചാപ്റ്ററിൽ ഇലക്ട്രിക് ദർ ഇസ് എൻ എനർജി ഡെൻസിറ്റി. അവിടെ റീജിയൻ ഓഫ് സ്പേസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ ഉള്ള സ്പേസിൽ അവിടുത്തെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ε/e² എന്നുള്ള സാധനം. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിക് ഡെൻസിറ്റി പറയുന്നത് b²/2ε0 എന്നുള്ള സാധനം. സോ ഈ ഇ എം വേവ്സ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. സോ എനർജി ഡെൻസിറ്റിയും ഉണ്ട്, മാഗ്നറ്റിക് ഡെൻസിറ്റിയും ഉണ്ട്. അപ്പം ഇവർക്കും നമ്മുടെ ഇ എം വേവ്സിനും എന്തുണ്ട്? ബാക്കി വേവ്സ് ഒക്കെ ഉള്ള പോലെ എന്തുണ്ടാ? എനർജി ഉണ്ട്, മൊമെൻറ്റം ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. വേവിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം കാണിക്കുന്നുണ്ട്. എന്താ വ്യത്യാസം? മെറ്റീരിയൽ മീഡിയത്തിൻ്റെ ആവശ്യമില്ല പ്രൊപ്പഗേഷൻ എന്നുള്ള കാര്യം. ഓക്കെ, ക്ലിയർ മക്കളെ? ഓക്കെ, ഇവിടെ ഒരു സാധനം പറയുന്നുണ്ട് എന്തെന്നറിയോ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ക്യാരീസ് എനർജി ആൻഡ് മൊമെൻറ്റം. ഓക്കെ, മൊമെൻറ്റം ക്യാരി ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഓൾസോ എക്സേർട്സ് എ പ്രഷർ വിച്ച് ഈസ് കോൾഡ് ആസ് റേഡിയേഷൻ പ്രഷർ. ഈ മൊമെൻറ്റം ക്യാരി ചെയ്യുന്നത് കാരണം ഇ എം വേവ്സ് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് റേഡിയേഷൻ പ്രഷർ എന്നുള്ള സാധനം. ക്ലിയർ? ഇനി ഈ ടോട്ടൽ എനർജി ഇവിടെ സാധനം പറയുന്നുണ്ട്. ഇഫ് ടോട്ടൽ എനർജി ട്രാൻസ്ഫർ ടു എ സർഫസ് ഇൻ ടൈം t ഈസ് u. നമ്മൾ എനർജി ഡിഫൈൻ ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ പറയുകയാണ് ഇഫ് ടോട്ടൽ എനർജി ട്രാൻസ്ഫർ ടു എ സർഫസ് ഇൻ ടൈം t ഈസ് u, ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോട്ടൽ മൊമെൻറ്റം ഡെലിവേർഡ് ടു ദിസ് സർഫസ് എന്ന് പറയുന്നത് u/c ആണ് അല്ലേ? എനർജി ട്രാൻസ്ഫർ ടു സർഫസ് ഇൻ ടൈം t എന്ന് പറയുന്നത് u ആണ്. സോ u ഡിവൈഡഡ് ബൈ c ആയിരിക്കും എന്ത്? അവിടുത്തെ മൊമെൻറ്റം എന്ന് പറയുന്നത് എനർജി ബൈ c ആയിരിക്കും. ഓക്കെ, സോ p is equal to u/c എന്നുള്ള സാധനം. ഓക്കെ, p is equal to u/c. the total momentum transferred അല്ലെങ്കിൽ delivered to that surface will be equal to p is equal to u/c. ക്ലിയർ മക്കളെ? ഇനി അതുപോലെ തന്നെ ഇ എം വേവ്സിൻ്റെ എനർജി പറയുന്നതാണ്. നമുക്കിപ്പം സണ്ണിൽ നിന്ന് വരുന്ന റേസ് ഒക്കെ ഇ എം വേവ്സ് ആണ്, UV റേസ്, റൈറ്റ്? അപ്പോൾ ഇ എം വേവ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എനർജി, അതിൽ നിന്ന് വരുന്ന ഹീറ്റ് എനർജി നമ്മുടെ കയ്യിലേക്ക് അബ്സോർബ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മൊമെൻറ്റം നമ്മളെ കയ്യിലേക്ക് തരുന്നുണ്ട്. കാരണം എന്താ? അതിൻ്റെ വെലോസിറ്റി, ആ വരുന്ന ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ലാർജ്. അപ്പോൾ എമൗണ്ട് ഓഫ് മൊമെൻറ്റം ട്രാൻസ്ഫേർഡ് mv അല്ലേ? അപ്പോൾ അതും എന്താണ്? എമൗണ്ട് ഓഫ് മൊമെൻറ്റം ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സ്മോൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല?
പ്രഷർ ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, സി ലാർജ് ആയതുകൊണ്ട് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇസ് വെരി ലാർജ്. അപ്പം എമൗണ്ട് ഓഫ് മൊമെൻറ്റം, നമ്മുടെ ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ മൊമെൻറ്റം നമ്മുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇറ്റ് ഇസ് വെരി ലോ, സ്മോൾ എമൗണ്ടിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, പ്രഷർ നമ്മൾ ഫീൽ ചെയ്യില്ല, നമുക്ക് എനർജി കിട്ടും. മൊമെൻറ്റം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. നമ്മൾ വിചാരിക്കും ഇ എം വേവ്സ് എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ എന്ന്, പക്ഷേ ശരിക്കും മൊമെൻറ്റം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ക്ലിയർ? സോ ഇ എം വേവ്സിനും ബാക്കി എല്ലാ വേവ്സിനും ഉള്ള പോലെ എനർജി ഉണ്ട്, മൊമെൻറ്റം ട്രാൻസ്ഫർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. വ്യത്യാസം എന്ത് മാത്രമാണ്, ദർ ഇസ് നോ മെറ്റീരിയൽ മീഡിയം നീഡഡ് എന്നുള്ള സാധനം. ക്ലിയർ? ക്ലിയർ? ഫൈൻ. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ടെക്നോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താ? ടെക്നോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇ എം വേവ്സ് എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയോ? കേപ്പബിലിറ്റി ടു ക്യാരി എനർജി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇ എം വേവിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എനർജി ഇറ്റ് ഇസ് ടേക്കിംഗ് ഫ്രം വൺ പ്ലേസ് ടു ദ അനദർ. ടെക്നോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇ എം വേവ്സും അത് തന്നെയാണ്. എന്ത്? ഒരു പോയിന്റിൽ നിന്ന് അത് എനർജി എന്ത് ചെയ്യാണ്, ക്യാരി ചെയ്തിട്ട് അപ്പുറത്തൊരു പോയിന്റിലേക്ക് കൊടുക്കുകയാണ്. നമ്മുടെ റേഡിയോ സിഗ്നൽ, ടി വി സിഗ്നൽ, ബ്രോഡ്കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഈ എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോവാണ്. ക്ലിയർ? ലൈറ്റ് ഒരു വേവിൻ്റെ പ്രൊപ്പഗേഷൻ പറയുന്നതിന് എന്താണ്? എനർജി പ്രൊപ്പഗേഷനാണ്. സോ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് അതിൻ്റെ എനർജി ട്രാൻസ്ഫർ ചെയ്തിട്ട് പോവുകയാണ്. നമ്മുടെ റേഡിയോ സിഗ്നൽസ്, ടി വി സിഗ്നൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അതിൻ്റെ ടെക്നോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇ എം വേവ്സ് എന്ന് പറയുന്നത് സാധനം ഏതാണ്? ഇറ്റ് ഈസ് ദി ക്യാരിയിങ് ഓഫ് എനർജി, കേപ്പബിലിറ്റി ടു ക്യാരി ദ എനർജി ഫ്രം വൺ പോയിന്റ് ടു ദി അനദർ. ക്ലിയർ മക്കളെ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമാണ്, നമ്മുടെ ഇ എം വേവ്സിൻ്റെ സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ മാക്സ്വെൽ എന്ത് ചെയ്തു? ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ എക്സിസ്റ്റൻസ് പ്രഡിക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് നമുക്ക് ആകെ പരിചയം ഉണ്ടായിരുന്ന ഒരു വേവ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വിസിബിൾ ലൈറ്റ് മാത്രമാണ്. വേറെ ഒന്നിനെ കുറിച്ച് നമുക്കൊരു അറിവും ഉണ്ടായിരുന്നില്ല. റൈറ്റ്? അപ്പോൾ ഈ അൾട്രാ യു വിയും ഐ ആറും കുറച്ച് ബെയർലി എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാമെന്നല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിസിബിൾ ലൈറ്റിനെ കുറിച്ചല്ലാതെ വേറൊരു ലൈറ്റിനെ കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ 19th സെഞ്ച്വറി കഴിയുന്ന സമയത്താണ് എക്സ്റേ, ഗാമാറേ, റോഞ്ചൻ എക്സ്റേ കണ്ടുപിടിക്കുന്നത്, ഗാമ റേസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ അറിയാം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഇ എം വേവ്സ് അങ്ങനെ ഇങ്ങനെ കണ്ടുപിടിച്ചാണ് ഓരോ റേഞ്ച് ഓഫ് ഇ എം വേവ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. വി ഹാവ് ഈ ഇ എം വേവ്സിനെ നമ്മളൊരു വേവ് ലെങ്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ വേവ് ലെങ്ത്തിൻ്റെ ഉള്ളിൽ വരുന്ന റേസ് അല്ലെങ്കിൽ റേഡിയേഷൻസ് അല്ലെങ്കിൽ വേവ്സ് ആണ് എന്ത്? ഇ എം വേവ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം വിസിബിൾ ലൈറ്റ് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഐ ആർ, യു വി, അതുപോലെ എക്സ്റേ, അതുപോലെ ഗാമ റേ, പിന്നെ റേഡിയോ വേവ്സ്, മൈക്രോ വേവ്സ്, ഗാമ റേ, അങ്ങനെ നമ്മൾ റേസിന് എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. ക്ലിയർ മക്കളെ? സോ ഇപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ആരൊക്കെ ഉണ്ടറാ? വിസിബിൾ ലൈറ്റ്, എക്സ്റേ, ഗാമ റേ, റേഡിയോ വേവ്സ്, മൈക്രോ വേവ്സ്, അൾട്രാ വയലറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് വേവ്സ്. ഇതൊക്കെ ഇതിൽ വരുന്നതാ, നമ്മുടെ ഇ എം വേവ്സിൻ്റെ റേഞ്ചിൽ വരുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇ എം വേവ്സ് അക്കോർഡിംഗ് ടു ദ ഫ്രീക്വൻസി. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇ എം വേവ്സിനെ ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് തിരിച്ചതായിട്ട് കാണാം. അതാണ് എന്ത്? നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ക്ലിയർ? ക്ലാസിഫിക്കേഷൻ ഓഫ് ദിസ് ഇ എം വേവ്സ് അക്കോർഡിംഗ് ടു ദ ഫ്രീക്വൻസി ആണ് എന്ത്? ഇ എം സ്പെക്ട്രം എന്ന് പറയുന്നത്. യെസ് ഡോക്ടർ സോനു തോമസ്. സോ നമുക്കിപ്പോൾ ഒരു ഷാർപ്പ് ഡിവിഷൻ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഏകദേശം ഒരു വേവ് ലെങ്ത് റേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുക കേട്ടോ. കറക്റ്റ് ഒരു ഷാർപ്പ് റേഞ്ച് എന്തുണ്ടാവില്ല, ഒരു ഡിവിഷൻ നമുക്ക് വേവ്സ് തമ്മിൽ ചെയ്യാൻ പറ്റില്ല. വി ആർ ടേക്കിംഗ് എന്താ പറയുക, ഒരു റേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡിവിഷൻ ചെയ്യുന്നത് കേട്ടോ. ഫൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. കണ്ടോ? സോ ഇതിലാണ് നമ്മുടെ ഫ്രീക്വൻസി റേഞ്ച് ഇവിടെ, വേവ് ലെങ്ത് റേഞ്ച് ഇവിടെ. അപ്പം നമ്മുടെ ഗാമാറേ വരുന്ന റേഞ്ചാണ് ഇത് 10 പവർ 19 to 10⁻23 എന്ന് പറയുന്നത്. കണ്ടോ? നമുക്ക് കറക്റ്റ് ഒരു റേഞ്ച് നമുക്ക് ശരിക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഗാമാറേസ് 10⁻19 വരെ വരുന്നുണ്ട്. ആ റേഞ്ചിൽ തന്നെ ആരും വരുന്നുണ്ട്? എക്സ്റേയും വരുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്കൊരു ഷാർപ്പ് ഡിവിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വേവ്സ് തമ്മിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. വി ടേക്ക് എ റേഞ്ച്. ക്ലിയർ? ഇനി ഈ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് എവിടെ വരെയാണ്?
വിസിബിൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 10⁻⁴ ഇൻറ്റു 10⁻13 13 to 14. അപ്പോൾ ആ റേഞ്ചിലാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ റേഞ്ചിലാണ് ആര് വരുന്നത്, നമ്മുടെ വിസിബിൾ റേഞ്ച് വരുന്നത്, വിസിബിൾ ലൈറ്റിൻ്റെ റേഞ്ച് വരുന്നത്. സോ ഇത് കുറച്ചുകൂടെ ഒന്ന് പഠിച്ചു വെക്കുന്നത് വിൽ ബി ഗുഡ്. ഓക്കെ, നമ്മുടെ വയലറ്റ് ബ്ലൂ വിബ്ജിയോറിൻ്റെ റേഞ്ച് 400 to 700 നാനോമീറ്ററിൽ വരുന്ന റേഞ്ചാണ് നമ്മുടെ വിസിബിൾ ലൈറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ മക്കളെ? ഓക്കെ, കഴിഞ്ഞോ ചാപ്റ്റർ? കുറച്ചുകൂടെ ഉള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇതിലാണ് നമ്മുടെ ഇ എം വേവ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ, ഓരോ വേവ്സിനെയും നമുക്ക് കുറച്ച് പഠിക്കാൻ പോകാം കേട്ടോ. കുറച്ചേ നമ്മൾ പഠിക്കുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പഠിക്കുന്നില്ല, ജസ്റ്റ് സ്റ്റഡിയിങ് ഫാക്റ്റ് മാത്രം. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോണ ആൾ റേഡിയോ വേവ്സ് ആണ്. റേഡിയോ വേവ്സ് എന്താ? റേഡിയോ വേവ്സ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, റേഡിയോ അല്ലേ, നമ്മുടെ സ്വന്തം റേഡിയോ മാർക്കോണി ചേട്ടൻ കണ്ടുപിടിച്ച റേഡിയോ. അപ്പോൾ ആ റേഡിയോ വേവ്സ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് ഇൻ കണ്ടക്റ്റിംഗ് വയേഴ്സ്. കണ്ടക്റ്റിംഗ് വയറുകളിൽ ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് കാരണമാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, റേഡിയോ വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ? നമുക്ക് തന്നെ അറിയാം എന്ത് എവിടെ ഉപയോഗിക്കുന്നത്, ദേ ആർ യൂസ്ഡ് ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. വി നോ ദാറ്റ്, റൈറ്റ്? ഇവരുടെ ഫ്രീക്വൻസി റേഞ്ച് മക്കളെ ഇതാണ് നിങ്ങൾ കാര്യമായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഓരോ വേവ്സിൻ്റെ ഇതിലും ഫ്രീക്വൻസി റേഞ്ച് എന്നുള്ളത് ചിലപ്പോൾ നീറ്റിലൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ, സോ 500 kHz to 1000 MHz ആണ് ആരുടെ റേഞ്ച് വരുന്നത്, റേഡിയോ വേവ്സിൻ്റെ റേഞ്ച്, ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ? ഫൈൻ. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ബാൻഡിൻ്റെ റേഞ്ച് 530 to 1710 എന്ന് പറയുന്നുണ്ട്. ഹയർ ഫ്രീക്വൻസി അപ് ടു 54 MHz ആർ യൂസ്ഡ് ഫോർ ഷോർട്ട് വേവ് ബാൻഡ്സ്. ഷോർട്ട് വേവ് ബാൻഡ്സിന് യൂസ് ചെയ്യുന്നത് ഹയർ ഫ്രീക്വൻസീസ് ആണ്. അപ് ടു 54 MHz വരെയുള്ള ഹയർ ഫ്രീക്വൻസിയാണ് എന്ത് ചെയ്യുന്നത്, ഷോർട്ട് വേവ് ബാൻഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ടി വി വേവ്സ് എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് 54 to 890 MHz ആണ് ടി വി റേഞ്ച്. ഓക്കെ, എഫ് എം റേഞ്ച് നമ്മൾ കേൾക്കുന്ന എഫ് എം റേഞ്ച് ഇല്ലേ, എഫ് എമ്മിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും റേഡിയോ മാംഗോ 91.9, ക്ലബ് എഫ് എൻ 10.8 അല്ലേ, 104.8. ഈ കേൾക്കുന്ന സാധനം 91.9 ഒക്കെ എന്താണ്, ആ ഫ്രീക്വൻസിയാണ് പറയുന്നത്. ഓരോ എഫ് എം സ്റ്റേഷനും ഓരോ ഫ്രീക്വൻസി ആയിരിക്കും അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാ എഫ് എം സ്റ്റേഷനും ഓരോരുത്തർ തോന്നിയ പോലെ ഫ്രീക്വൻസി റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ കാണാതെ പഠിക്കണം. നീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് കാണാതെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോഴാ നമ്മൾ അത് നിങ്ങൾ എന്തെങ്കിലും റിലേഷൻ വെച്ചിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിമോണിക്സ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻ ഇട്ടിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കുക നിങ്ങൾ പഠിക്കണം തമ്മിൽ. അതാണ് എപ്പോഴും ബെറ്റർ. നിങ്ങൾ പഠിക്കുന്ന സമയത്തില്ലേ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കുക. നിങ്ങൾ പഠിക്കുന്ന സാധനവും എന്തിൻ്റെ വാല്യൂ ആണെന്നുള്ളതും തമ്മിൽ എന്ത് ചെയ്യാം, ഒരു കണക്ഷൻ ഉണ്ടാക്കാം. അപ്പോൾ ആ കണക്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കാൻ പറ്റും പെട്ടെന്ന് അല്ലേ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പം നമുക്കതിങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു പാട്ട് ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് 2 പ്രാവശ്യം അതിൻ്റെ ഒരു ലൈന് കേട്ടാൽ നമ്മൾ കാണാതെ പഠിക്കൂലേ. പക്ഷെ ഒരു ടെക്സ്റ്റ് ബുക്കിലെ വരി നമുക്ക് പഠിക്കാൻ പറ്റില്ല. എന്താ കാരണം, നമ്മൾ ആ പഠിക്കണ വരി ആ സമയത്ത് മാത്രമേ വായിക്കുള്ളൂ, പിന്നെ നമ്മൾ പറഞ്ഞു നോക്കുന്നില്ല. ഈ പാട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മൾ 2 വരി കേട്ടാൽ പിന്നെ ഇടക്കിടക്ക് നമ്മളിങ്ങനെ പാടും, പിന്നെ ആ സാധനം മറന്നുപോയില്ല നമ്മളോട് അല്ലേ. അതാണ് അതിൻ്റെ തിയറി. നമ്മൾ ഈ ടെക്സ്റ്റിൽ പഠിക്കുന്ന ഒരു സാധനം നിങ്ങളിപ്പോൾ ഇതൊന്ന് പഠിച്ചെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ റേഡിയോ വേവിൻ്റെ പാരഗ്രാഫ് പഠിച്ചു, നിങ്ങളൊരു 3-4 പ്രാവശ്യം സാധനം ഇങ്ങനെ പറഞ്ഞു നടന്നു നോക്ക്, ഈ സാധനങ്ങൾ മനസ്സിലുണ്ടാവും, പോവില്ല. ഭയങ്കര മാജിക്കാണ് അത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ്. നിങ്ങൾ പാട്ട് പാടുന്നതും പാട്ട് പഠിക്കണമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ. ഞാനൊക്കെ പണ്ട് പഠിക്കാത്ത സമയത്ത് ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെറുതാണ് സമയത്ത് ഉമ്മാർ പഠിപ്പിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മളോട് ഓർമ്മയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓർമ്മയില്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു പാട്ട് പാടേ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ അവർ ചോദിക്കും നമ്മളോടാ ഇതെനിക്കെല്ലാം ഓർമ്മ ഉണ്ടല്ലോ ചോദിക്കൂലേ. ആ കാരണം എന്താ അറിയോ, നമ്മളത് പിന്നെയും റിവൈസ് ചെയ്യുന്നുണ്ട്. പാട്ടൊക്കെ പാടുന്ന സമയത്ത് വീണ്ടും റിവൈസ് ചെയ്യുന്നുണ്ട്. അതേ പോളിസി തന്നെ നിങ്ങൾ പഠിത്തത്തിലും എടുക്കുക. നിങ്ങൾ പഠിക്കുന്ന സാധനം റിവൈസ് ചെയ്യുക മക്കളെ, റിവൈസ് ചെയ്യുന്നതിലാണ് കാര്യം കിടക്കുന്നത്. ഓക്കെ, റിവൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിലത് പതിയുക. അതാണ് പറഞ്ഞു കിട്ടിയാൽ പിന്നെ പോവില്ല. ഓക്കെ, അത് കിട്ടാനാണ് പാട്. കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, നിമോണിക്സ് തന്നെ മറന്നു പോകാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയോ? അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ റിവൈസ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന നിമോണിക്സ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു പേപ്പറിലോ എന്തെങ്കിലും നമുക്ക് എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് ഇടക്കിടക്ക് ആ സാധനം എന്ത് ചെയ്യുക, ഒന്ന് എടുത്തിട്ട് പാട്ട് പാടുന്ന വരി ഒരു പാട്ടിന് പകരം ഇത് 2 വരി നിങ്ങൾ പാടി നടന്നോ, അപ്പോൾ പഠിക്കൂലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി എടുക്കാം കേട്ടോ പഠിക്കാൻ. സോ റേഡിയോ വേവ്സ് മക്കളെ. അപ്പോൾ FM റേഞ്ച് എന്ന് പറയുന്നത് 88 to 108 ആണ് കേട്ടോ. ഓക്കെ,
സെല്ലുലാർ ഫോൺസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ്സ് ആണ് ടു ട്രാൻസ്മിറ്റ് ദ വോയിസ് കമ്മ്യൂണിക്കേഷൻ അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡിലാണ്. ഓക്കെ, ഫൈനൈറ്റ് ട്രാൻസ്മിഷൻ എങ്ങനെയൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി മൈക്രോവേവ്സ് ആണ്. മൈക്രോവേവ്സ് എന്ന് പറയുന്നത് ദേ ആർ ഷോർട്ട് വേവ് ലെങ്ത് റേഡിയോ വേവ്സ് ആണ്. റേഡിയോ വേവ്സിൻ്റെ ഷോർട്ട് വേവ് ലെങ്ത്തിൽ വരുന്നതാണ് ആര്? മൈക്രോവേവ്സ്. ഓക്കെ, അവരുടെ ഫ്രീക്വൻസി വരുന്നത് ജിഗാഹെർട്സ് റേഞ്ചിലാണ്. And they are produced by special vacuum tubes which are called klystrons, magnetrons and gun diodes. Clear? അപ്പോൾ നമ്മുടെ മൈക്രോവേവ് അവനിലൊക്കെ ഉള്ള റേഡിയേഷൻസ് ആണ് മൈക്രോവേവ്സ്. ഇന്ന് തന്നെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തേക്കാമേ. സോനു മ്യൂസിക് ഡയറക്ഷൻ വേണം കുറച്ചൊക്കെ, എന്നാലേ നമുക്ക് പഠിത്തം നടക്കുള്ളൂ അല്ലേ. പാട്ടൊക്കെ നമ്മൾ ഉഷാറായിട്ട് പാടിയെടുക്കും, പക്ഷെ പഠിക്കുന്നതാവില്ല. അതാണ് നമ്മളൊരു തിയറി. അപ്പം മൈക്രോവേവ് അവനിലുള്ള തിയറിയാണ് എന്ത്? അല്ല, തിയറി അല്ല, മൈക്രോവേവ് അവനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേവ്സ് റേഡിയേഷൻസ് ആണ് മൈക്രോവേവ്സ്. ഈ മൈക്രോവേവ്സ് ഇങ്ങനെ കടത്തി വിടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ മൈക്രോവേവ്സ് ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റ്. ആ ഹീറ്റ് കാരണമാണ് നമ്മൾ ഫുഡ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് മൈക്രോവേവിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇവർ ഷോർട്ട് വേവ് ലെങ്ത് റേഡിയോ വേവ്സ് ആണ്. ആൻഡ് അവരുടെ ഫ്രീക്വൻസി ജിഗാഹെർട്സ് റേഞ്ചിലാണ്. ആൻഡ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സ്പെഷ്യൽ വാക്വം ട്യൂബ്സ് വിച്ച് ഇസ് നോൺ ആസ് ക്ലിസ്ട്രോൺസ്, മാഗ്നട്രോൺസ് ആൻഡ് ഗൺ ഡയോഡ്സ് എന്നുള്ള സാധനം. ക്ലിയർ? അവരുടെ ഷോർട്ട് വേവ് ലെങ്ത് കാരണം നമ്മൾ റഡാർ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. റഡാർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് ആരെയാണ്? മൈക്രോവേവ്സ് ആണ് കേട്ടോ. എയർക്രാഫ്റ്റ് നാവിഗേഷൻ, അല്ലെങ്കിൽ നമ്മുടെ കപ്പലിൽ ഒക്കെ റഡാർ യൂസ് ചെയ്യുന്നുണ്ട്. റഡാർ എന്താ ചെയ്യുക? റേഡിയേഷൻസ് ഇങ്ങനെ കടത്തിവിടും. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റേഡിയേഷൻ ഇങ്ങനെ പോയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധനങ്ങളൊക്കെ തിരിച്ചറിയുന്നതും കാര്യങ്ങളും നേവിഗേഷനും കാര്യങ്ങളൊക്കെ റഡാർ വെച്ചിട്ടാണ് ചെയ്യാറ്. ഓക്കെ, സോ ഈ റഡാറിൽ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ്സ് ആണ്. ഫൈൻ. ഈ റഡാർ ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡിങ് ദ ബേസിസ് ഫോർ സ്പീഡ് ഗൺ വിച്ച് ഈസ് യൂസ് ടു ടൈം ഫാസ്റ്റ് ബോൾസ്, ടെന്നീസ്, സർവ്സ് ആൻഡ് ഓട്ടോമൊബൈൽസ്. സ്പീഡ് ഗൺസ് ഉണ്ടാവില്ലേ, നമ്മളെ സ്പീഡ് ഗൺസിലൊക്കെ യൂസ് ചെയ്യുന്നതും ഈ റഡാറിലെ സിസ്റ്റം തന്നെയാണ്, മൈക്രോവേവ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ഈ മൈക്രോവേവ് ഓവനാണ് എന്ത്? നമ്മൾ ഈ മൈക്രോവേവ്സിൻ്റെ ഡൊമസ്റ്റിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോവേവ് അവൻസ് ആണ്. ഇപ്പോൾ ഒരു ഇതെല്ലാ വീട്ടിലുണ്ട് അല്ലേ? ഞങ്ങളൊക്കെ ഉണ്ടോ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടി? കഴിഞ്ഞ ലോക്ക്ഡൗണിൽ എല്ലാവരും കയറി കേക്ക് ഉണ്ടാക്കലല്ലേ? ഞാനും ഉണ്ടാക്കിനി കുറച്ച്. കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയല്ലായിരുന്നു എല്ലാവർക്കും? നിങ്ങൾക്കുണ്ടോ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടി? സോ മൈക്രോവേവ് അവൻ നമ്മുടെ ഡൊമസ്റ്റിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് EM വേവ്സ് ആണ് ആര്? മൈക്രോവേവ് അവൻ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. സോ അവനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്രീക്വൻസി ഓഫ് ദ മൈക്രോവേവ്സ് ഈസ് സെലക്റ്റഡ് ടു മാച്ച് ദ റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് വാട്ടർ മോളിക്യൂൾസ് സോ ദാറ്റ് എനർജി ഫ്രം ദ വേവ്സ് ഈസ് ട്രാൻസ്മിറ്റഡ് എഫിഷ്യൻലി ടു ദി കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ്. എന്താ ചെയ്യുക? നമ്മൾ മൈക്രോവേവിൻ്റെ ഫ്രീക്വൻസിയും നമ്മുടെ വാട്ടറിൻ്റെ ഫ്രീക്വൻസിയും ഏകദേശം സെയിം ആക്കിയിട്ട് അതിനെ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? മൈക്രോവേവ്സ് കൊടുക്കുകയാണ്. അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്? ആ ഹീറ്റ് എനർജി കറക്റ്റായിട്ട് നമുക്ക്. പാളിപ്പോയോ കേക്ക് ഉണ്ടാക്കിയിട്ട്? ഉണ്ടാക്കലില്ല, തിന്നലായിരുന്നു അല്ലേ? ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കും, അവൻ കഴിക്കും. അതാണ് സിസ്റ്റം അല്ലേ? ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കും, അവൻ കഴിക്കും. ഓക്കെ, ഫൈൻ. നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി? കേക്ക് പാളിപ്പോയവരൊക്കെ ഉണ്ട്. ഓക്കേടാ. അപ്പോൾ എനർജി ഫ്രം ദ വേവ്സ്, അപ്പം എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? അവരുടെ ഫ്രീക്വൻസി മാച്ച് ചെയ്തിരിക്കണം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് അവർ മൈക്രോവേവ്സ്. ഇനി നമ്മൾ പറയാൻ പോണത് ഇൻഫ്രാറെഡ്. നമ്മൾ സ്നേഹത്തോടെ വിളിക്കും. എന്താ വിളിക്കുക? IR എന്ന് വിളിക്കും അല്ലേ? IR, ഇൻഫ്രാറെഡ് വേവ്സ്. എന്താ ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ? റെഡിനെക്കാളും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളവരാ അല്ലേ? സോ ഇൻഫ്രാറെഡ് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹോട്ട് ബോഡീസ് ആൻഡ് മോളിക്യൂൾസ്. വളരെ ഹോട്ട് ബോഡീസും മോളിക്യൂൾസും മാത്രമേ എന്തുണ്ടാക്കുള്ളൂ? IR റേഡിയേഷൻസ് ഉണ്ടാക്കുള്ളൂ. ദിസ് ബാൻഡ് ലൈസ് അഡ്ജസ്റ്റന്റ് ടു ദ ലോ ഫ്രീക്വൻസി ഓർ ലോ വേവ് ലെങ്ത് എൻഡ് ഓഫ് ദ വിസിബിൾ സ്പെക്ട്രം. വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ ലോങ് വേവ് ലെങ്ത് റേഞ്ചിലാണ് ഉണ്ടാവുക. അതായത് നമ്മൾ റെഡിനേക്കാളും കൂടിയ വെലോസിറ്റി ഉള്ളതാണ് അല്ലേ? വെലോസിറ്റിന്ന് റെഡിനേക്കാളും കൂടിയ വേവ് ലെങ്ത് ഉള്ളതാണ് ആര്? ഇൻഫ്രാറെഡ് വേവ്സ്. അപ്പം ലോങ് വേവ് ലെങ്ത് നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ ലോങ് വേവ് ലെങ്ത്തിൻ്റെ താഴെയായിട്ടാണ് ആര് കിടക്കുന്നുണ്ടാവുക? അല്ലെങ്കിൽ ലോങ് വേവ് ലെങ്ത്തിൻ്റെയും മുകളിലായിട്ടാണ് ആര് കിടക്കുന്നുണ്ടാവുക? നമ്മുടെ ഇൻഫ്രാറെഡ് കിടക്കുക കേട്ടോ. ഓക്കെ, സോ ഈ ഇൻഫ്രാറെഡിനെ നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം? ഹീറ്റ് വേവ്സ് എന്ന് വേണമെങ്കിലും വിളിക്കാം. ബിക്കോസ് ഇതിലുള്ള വാട്ടർ മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ മോസ്റ്റ് മെറ്റീരിയൽസ് റെഡിലി അബ്സോർബ് ദിസ് IR വേവ്സ്. അധികം നമ്മൾ ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഈ സാധനത്തിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. വാട്ടറും IR തമ്മിൽ ഭയങ്കര ലവ്വാ അല്ലേ? വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? പെട്ടെന്ന് ഈ സാധനത്തിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ,
അബ്സോർബ് ചെയ്തതിന് ശേഷം അവരുടെ തെർമൽ മോഷൻ കൂടും അപ്പോൾ അവരെന്ത് ചെയ്യും, ഹീറ്റപ്പ് ചെയ്യും, സറൗണ്ടിങ്സ് ഹീറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മളതിനെ എന്തെന്ന് വിളിക്കാറുണ്ട്, ഹീറ്റ് വേവ്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇനി ഇൻഫ്രാറെഡ് ലാംപ്സ് ഉണ്ട്, ഇൻഫ്രാറെഡ് ലാംപ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ഫിസിക്കൽ തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് ലാംപ്സ് ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇൻഫ്രാറെഡ് റേഡിയേഷൻ അതുപോലെ നമ്മുടെ എർത്തിൻ്റെ ഹീറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ ആവറേജ് ടെമ്പറേച്ചർ, ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ ആവറേജ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൊക്കെ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിന് നല്ല റോളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗ്രീൻ ഹൗസ് ഒക്കെ ഒരു കഥയാണ്, എന്നാലും ഓക്കെ ഫൈൻ. സോ അവിടെയും ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് പ്ലേസ് എ മേജർ റോൾ. ഫൈൻ. ഇനി ഇൻകമ്മിങ് വിസിബിൾ ലൈറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ എർത്ത് സർഫസ് ആൻഡ് റേഡിയേറ്റഡ് ആസ് IR റേഡിയേഷൻസ്. നമുക്ക് സണ്ണിൽ നിന്ന് വരുന്നിട്ടുള്ള എന്ത് ചെയ്യും, വിസിബിൾ ലൈറ്റിനെ എർത്ത് അബ്സോർബ് ചെയ്തതിന് ശേഷം തിരിച്ചങ്ങോട്ട് വിടുന്നത് എന്താണ്, നമ്മുടെ IR റേഡിയേഷൻസ് ആണ് കേട്ടോ. IR റേഡിയേഷൻസ് ആയിരിക്കും തിരിച്ചങ്ങോട്ട് വിടുന്നുണ്ടാവുക. ആൻഡ് ദിസ് റേഡിയേഷൻ ഈസ് ട്രാപ്ഡ് ബൈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് സച്ച് ആസ് CO2, വാട്ടർ വേപ്പർ. എന്നിട്ട് എന്ത് ചെയ്യും, അവർ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് എർത്തിൻ്റെ വാംത്തൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഇൻഫ്രാറെഡ് ഇപ്പോൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ചൂടെടുത്തിട്ട് ഒരുമാതിരി ചെയ്യുന്നില്ലേ. നിങ്ങൾക്ക് അതുകൊണ്ടിരുന്ന് ചൂടെടുക്കൽ ഇന്നലെ മഴ പെയ്യാത്തതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു, 2 ദിവസം ഭയങ്കര സുഖമായിരുന്നു മഴ ഇതൊക്കെ പെയ്തുകൊണ്ട്. ഇന്നലെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചൂടെടുത്തിട്ട് നല്ല കഥയായിരുന്നു അല്ലേ. So infrared detectors are used in earth satellites. എർത്ത് സാറ്റലൈറ്റ്സിൽ യൂസ് ചെയ്യുന്നതാണ് ആരെ, ഇൻഫ്രാറെഡ് ഡിറ്റക്ടേഴ്സ്. പിന്നെയോ മിലിറ്ററി പർപ്പസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒബ്സർവ് ദ ഗ്രോത്ത് ഓഫ് ക്രോപ്സ് ഉണ്ട്, ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടാക്കാറുണ്ട്. ഏത്, നമ്മുടെ LED യൂസ് ചെയ്യാറുണ്ട്. സെമി കണ്ടക്ടർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിൽ IR റേഡിയേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഫൈൻ. പിന്നെ ഒരു മെയിൻ സാധനം നമ്മളെപ്പോഴും IR കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എവിടെയാണെന്ന് അറിയോ, നമ്മൾ റിമോട്ടിൻ്റെ അറ്റത്തൊരു ചുവന്ന ലൈറ്റ് കത്തയില്ലേ, അത് അവിടുന്ന് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്, നമ്മൾ റിമോട്ട് വർക്ക് ചെയ്യുന്നത് IR റേഡിയേഷൻസ് വെച്ചിട്ടാണ്. ഇന്നലെ രാത്രി മഴയായിരുന്നു, ഓ ഗോഡ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഇന്നലെ. അപ്പോൾ നമ്മളെ റിമോട്ട് ഉണ്ടല്ലോ, റിമോട്ടും TV തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, IR റേഡിയേഷൻസ് ആണ് കേട്ടോ. ഇൻഫ്രാറെഡ് റേഡിയേഷൻസിലാണ് നമ്മൾ റിമോട്ട് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ സ്വന്തം വിസിബിൾ റേസ്, അപ്പം വിസിബിൾ റേസിന് കൂടുതലൊന്നും പറയാനില്ല, നമ്മുടെ സ്വന്തമാണ്. 400 to 700 നാനോമീറ്ററിൽ ആരും ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറയും 400 to 700 നാനോമീറ്റർ അല്ലേ. അതാരോട് മറന്നുപോകില്ല, മറന്നുപോവോ? മറന്നുപോകും നിങ്ങളോട് 700 to 400 എന്നുള്ള റേഞ്ച്. ഇതിൻ്റെ വേവ് ലെങ്ത് റേഞ്ച് ഇത്ര മക്കളെ, 700 to 400 ആണ് കേട്ടോ. റൺസ് എബൌട്ട് ഫ്രീക്വൻസി എത്രയാണ്, 4 × 10⁻14 to 7 × 10⁻14. ക്ലിയർ? ഈ വിസിബിൾ ലൈറ്റിൻ്റെ അപ്ലിക്കേഷനൊക്കെ പറയണോ, ഒന്നുമില്ല, നമ്മളെ കണ്ണ് തന്നെ അല്ലേ, അവർ ഐസ് വിച്ച് ആർ സെൻസിറ്റീവ് ടു ദിസ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത്. ഫൈൻ. അപ്പോൾ അതിലിപ്പം ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ആനിമൽസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഡോഗ്സൊക്കെ, ഈ ഡോഗിനൊക്കെ UV റേഡിയേഷൻസ്, അൾട്രാവയലറ്റ് സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഓരോരുത്തർക്കും ഒരു റേഞ്ച് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ തത്തയൊക്കെ ഇല്ലേ, തത്തക്കൊന്നും നമ്മൾ കാണുന്ന എല്ലാ കളറും കാണാൻ പറ്റില്ല, ആകെ 3 കളറും കണ്ട് തത്തക്കൊക്കെ കാണാൻ പറ്റുള്ളൂ. ക്ലിയർ? അതുപോലെ നമ്മൾ ഈ പോത്തിന് ഈ ചുവന്ന സാധനം കൊണ്ട് കാണിച്ച് ഇങ്ങനെ കൊണ്ടിടക്കയില്ലേ, പോത്ത് ചുവന്ന സാധനം കണ്ടിട്ട് ഭ്രാന്തളകാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇളകി മറ്റേ ഇതിൽ ജെല്ലിക്കെട്ടിലൊക്കെ ഉള്ള മതി അല്ലേ, ആ സാധനം ശരിക്കും ഒരു ലോജിക്കലി പോസിബിൾ അല്ല. കാരണം ഈ പോത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നറിയോ, ചുവന്ന കളർ കാണാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ചുവപ്പ് കണ്ടിട്ടല്ല മുപ്പരളകണമെന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ വിസിബിൾ ഐസ്. അപ്പോൾ ഡിഫറെൻറ്റ് ആനിമൽസ് ആർ സെൻസിറ്റീവ് ടു ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത്സ്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ പറയുന്നത് UV റേസ് ആണ്. UV റേസ്, അൾട്രാ വയലറ്റ് റേസ്, സ്നേഹത്തോടെ നമ്മൾ UV റേസ് എന്ന് വിളിക്കും. ഫൈൻ. ഈ UV റേസിൻ്റെ വേവ് ലെങ്ത് എത്രടാ, 4 × 10⁻⁻7 to 6 × 10⁻⁻10. അതിൽ UV റേഡിയേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ സ്പെഷ്യൽ ലാംപ്സ് ആൻഡ് വെരി ഹോട്ട് ബോഡീസ്. സ്പെഷ്യൽ ലാമ്പ് വഴിയും ഹോട്ട് ബോഡീസുമാണ് ആര് എമിറ്റ് ചെയ്യുക, UV റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ഇൻ ദ ഓസോൺ ലെയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഈ UV റേഡിയേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഹാംഫുൾ ആണ്, നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഹാംഫുൾ ആണ് UV റേഡിയേഷൻസ്. അപ്പോൾ ഈ UV റേഡിയേഷൻസ് ആണ് സണ്ണിൽ നിന്ന് നേരിട്ട് വരുന്ന സമയത്ത് നമ്മുടെ
എർത്തിൻ്റെ മുകളിലുള്ള ഓസോൺ ലെയർ എന്ത് ചെയ്യും, ഈ യു വി റേഡിയേഷൻസിനെ ട്രാപ്പ് ചെയ്യും. അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഭൂമിയിലേക്ക് വരുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് നോട്ട് സോ വെരി ഹാംഫുൾ ഫോർ us. ഓക്കെ, അപ്പോൾ ഈ യു വി റേഡിയേഷൻസ് അവിടെ ട്രാപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഓസോൺ ലെയറിൽ എന്ത് വരുന്നുണ്ട്, ഹോൾസ് വരുന്നുണ്ട്. നമ്മളൊക്കെ നല്ല ഉഷാറായിട്ട് ഫ്രിഡ്ജും അതുപോലെ പ്ലാസ്റ്റിക് കത്തിക്കലും അങ്ങനെ പല പരിപാടിയൊക്കെ ആയിട്ട് നമ്മുടെ ഓസോൺ ലെയറിൽ ഹോൾസ് വരുന്നുണ്ട്. CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ ഒക്കെ വെച്ചിട്ട് എന്ത് വരുന്നുണ്ട്, ഓസോൺ ലെയർ ഹോൾസ് വരുന്നുണ്ട്. അതുകൊണ്ട് യു വി റേഡിയേഷൻസ് നല്ലോണം വരുന്നുണ്ട്, സ്കിൻ ക്യാൻസർ കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിപ്പിക്കണം എന്തിനാണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം കൂടി എന്തിനാണ്, വെറും നീറ്റ് പാസ്സാൻ വേണ്ടി മാത്രമല്ല, എന്തും കൂടി മനസ്സിലാക്കണം, CFCയുടെ യൂസ് എന്ത് ചെയ്യണം, നമ്മൾ കുറയ്ക്കണം കേട്ടോ. ഓക്കെ, ഓസോൺ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് കുറച്ചു കാലം കൂടി ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഫൈൻ. So sun is an important source of UV light, but fortunately അധികം അബ്സോർബ് ചെയ്യുന്നത് എവിടെയാണ്, ഓസോൺ ലെയറിൽ അബ്സോർബ് ചെയ്തിട്ട് പോകും. ഓക്കെ, ഇറ്റ് ഇസ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് അബൌട്ട് 40 to 50 കിലോമീറ്ററിലാണ് ആര് കിടക്കുന്നത്, ഓസോൺ ലെയർ കിടക്കുന്നത്. ഓക്കെ, ഈ UV ലൈറ്റ് ഭയങ്കര എന്താണ്, ഹാംഫുൾ ആണ്. നമ്മൾ പറഞ്ഞ മാതിരി എക്സ്പോഷർ ടു ദിസ് UV റേഡിയേഷൻസ് എന്ത് ചെയ്യും, മെലാനിൻ്റെ കണ്ടൻറ്റ് കൂട്ടും. മെലാനിൻ്റെ കണ്ടൻറ്റ് കൂട്ടുന്ന സമയത്താണ് സ്കിൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ടാൻ ആയി പോണത്. നമ്മൾ വെയിലത്ത് നിന്നാൽ കറുത്തോന്ന് അറിയില്ലേ, ആ സാധനം എന്ത്, ഈ UV റേഡിയേഷൻസ് എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള മെലാനിൻ കണ്ടൻറ്റ് കൂടും. ഈ മെലാനിൻ കണ്ടൻറ്റ് കുറഞ്ഞ ആൾക്കാരാണ് വെളുത്തിട്ടിരിക്കുന്നത്, മെലാനിൻ കണ്ടൻറ്റ് കൂടിയ ആൾക്കാരാണ് ഉണ്ടാകുമ്പോൾ ഡാർക്ക് കളർ വരിക. ഓക്കെ, അപ്പോൾ ഈ എന്നുവെച്ചാൽ നമ്മുടെ ഒരാളുടെ ശരീരത്തിൽ മെലാനിൻ കണ്ടൻറ്റിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ UV ലൈറ്റിൻ്റെ എക്സ്പോഷർ എന്ത് ചെയ്യും, ഈ മെലാനിൻ കണ്ടൻറ്റ് കൂട്ടും. മെലാനിൻ കണ്ടൻറ്റ് കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, സ്കിൻ ആ ഭാഗം ഡാർക്കായിട്ട് വരും. ഓക്കെ ഫൈൻ. സോ ഇറ്റ് കോസ് ദി ടാനിങ് ഓഫ് ദ സ്കിൻ. ഇനി ഈ UV റേഡിയേഷൻസ് ഓർഡിനറി ഗ്ലാസ് ഒക്കെ അബ്സോർബ് ചെയ്യും. സോ എന്ത് ചെയ്യാം, നമ്മൾ ഗ്ലാസ് വിൻഡോസിൽ, അപ്പോൾ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ നമ്മുടെ മുന്നിൽ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യടാ, പിന്നെ ഈ UV റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യും. ഈ UV റേഡിയേഷനെ ഓർഡിനറി ഗ്ലാസ് തന്നെ അബ്സോർബ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വേണമെങ്കിൽ ഇപ്പോൾ ടാൻ ആവാതിരിക്കാൻ വേണ്ടിയവർക്ക് വേണമെങ്കിൽ കേട്ടോ, വേണമെന്നൊന്നും ഞാൻ പറയില്ല, ബിക്കോസ് സ്കിൻ കോംപ്ലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ തിങ് ടു ഡിഫൈൻ ഹ്യൂമൻസ് അല്ലേ. നമുക്കൊരിക്കലും സ്കിൻ കോംപ്ലക്ഷൻ വെച്ചിട്ട് നമുക്ക് ഒരാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഡോൾ ലൈസ് ഹിയർ അല്ലെങ്കിൽ ക്യാരക്ടർ അല്ലേ. അപ്പോൾ നമുക്ക് സ്കിൻ കോംപ്ലക്ഷൻ വെച്ചിട്ടല്ല നമ്മൾ ഒരാളെ നോക്കുന്നത്. ദിസ് ഈസ് ഫോർ ഓൺലി നമ്മൾ പഠിക്കാൻ വേണ്ടി പറയണത് ടാനിങ് സ്കിന്ന്. നമ്മൾ ഈ UV റേഡിയേഷൻസ് ഈ ടാൻ സ്കിന്ന് മാത്രമല്ല, അധികമായിട്ട് എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്കിന്ന് ബേൺ ആവാൻ വരെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബെറ്റർ ഫോർ യുവർ സ്കിൻ. ഓക്കെ, സോ ത്രൂ ദ ഗ്ലാസ് വിൻഡോസ് സൺബേൺ ത്രൂ ദി, അപ്പോൾ ഈ സൺഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, സ്കിൻ റേഡിയേഷൻസ് നമുക്ക് അധികം എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ സൺഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഐ പ്രൊട്ടക്ഷനും കൂടിയാണ്. ഓക്കെ, സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ വെൽഡ് ചെയ്യുന്നവരൊക്കെ സ്പെഷ്യൽ ഗ്ലാസ് ഗോഗിൾസ്, ഒരു സ്പെഷ്യൽ കണ്ണട, ഇങ്ങനെ മൊത്തത്തിൽ മൂടിയിട്ടുള്ള കണ്ണടൊക്കെ ഇടും. അത് വെച്ചാൽ UV റേഡിയേഷൻസിന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫേസ് മാസ്ക് ഇടുക. അതുപോലെ ഗ്ലാസ് വിൻഡോസ് വിൽ പ്രൊട്ടക്ട് ദെയർ ഐസ് ഫ്രം ലാർജ് എമൗണ്ട് ഓഫ് UV വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി വെൽഡിങ് ആർക്സ്. വെൽഡിങ് ആർക്കിലൊക്കെ ഭയങ്കരമായിട്ട് UV ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ചൂട് നമ്മൾ ആ ഹീറ്റിലാണല്ലോ വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ UV റേഡിയേഷൻസ് ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ടു പ്രൊട്ടക്ട് ഫ്രം ദാറ്റ് അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഗോഗിൾസ്, അതിനാ ഗോഗിൾസ് എന്ന് പറയാം. ആ കണ്ണിങ്ങനെ മൂടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കണ്ണടയല്ലേ, അവിടെ ഇങ്ങനെയൊക്കെ നിൽക്കണേ, അങ്ങനത്തെ ഗ്ലാസ്സിനാണ് നമ്മൾ ഗ്ലാസ് ഗോഗിൾസ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, so UV radiations can be focused into very narrow beams for high precision applications like LASIK. Laser treatment use ചെയ്യുന്നത് UV radiations ആണ്. Laser assisted in situ keratomileusis നല്ല രസമുള്ള പേരിലെ LASIK ട്രീറ്റ്മെൻറ്റ് കേട്ടോ. LASIK ഐ സർജറി, ലേസർ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത് UV റേഡിയേഷൻസ് ആണ്. ഓക്കെ, ഐ സർജറി. അതുപോലെ UV lamps which is used to kill germs in water purifiers. നമ്മൾ വാട്ടർ പ്യൂരിഫയേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് UV lamps ആണ്. UV ലാംപ്സ് വെച്ചിട്ടാണ് നമ്മൾ വാട്ടർ പ്യൂരിഫയറിൽ നിന്ന് വാട്ടറിലുള്ള ജേംസിനൊക്കെ കില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ UV റേഡിയേഷൻസ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് നമ്മൾ പറഞ്ഞു, ഓസോൺ ലെയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്ലേസ് എ പ്രൊട്ടക്റ്റീവ് റോൾ ആൻഡ് ഹെൻസ് ഇറ്റ് ഡിപ്ലീഷൻ ബൈ ക്ലോറോഫ്ലൂറോകാർബൺ CFC സച്ച് ആസ് ഫ്രീയോൺ ഇസ് എ മാറ്റർ ഓഫ് ഇൻ്റർനാഷണൽ കൺസേൺ. അപ്പോൾ എന്ത് ചെയ്യുക, CFC ഒക്കെ കുറയ്ക്കാം.
ഓക്കെ. നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, ഈ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ സാധനമാണ് മെയിനായിട്ട് ഈ CFC പുറത്തേക്ക് വിടുന്ന ഒരു സാധനം. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ഇനി എക്സ്റേസ് മക്കളെ, എക്സ്റേസ് എന്താണ്? ബിയോണ്ട് ദ UV റേഡിയേഷൻ, ബിയോണ്ട് ദ UV റീജിയണിലാണ് ആര് കിടക്കുന്നത്? എക്സ്റേ കിടക്കുന്നത്. ക്ലിയർ? അപ്പോൾ എക്സ്റേ നമുക്കൊക്കെ അറിയാം, എന്ത് മെഡിക്കൽ ആപ്ലിക്കേഷനിൽ നമ്മൾ എക്സ്റേ എടുക്കാൻ പോകാറുണ്ട്. എങ്ങനെ എക്സ്റേ എടുക്കുക? നമ്മുടെ ശരീരത്തിലേക്ക് എക്സ്റേ റേഡിയേഷൻസ് വരലാണ്. അതുകൊണ്ടാണ് എക്സ്റേ എടുക്കണ ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യും? ഒരു ബോർഡിൻ്റെ അപ്പുറത്തേക്ക് പോയി നിൽക്കും അല്ലേ? എക്സ്റേ നമുക്ക് ശരീരത്തിലേക്ക് എപ്പോഴും എക്സ്പോഷർ, ഇറ്റ് ഈസ് നോട്ട് സോ ഗുഡ് ഫോർ അവർ ഹെൽത്ത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം എക്സ്റേ റേഡിയേഷൻസ് നമ്മൾ കുറയ്ക്കാൻ നോക്കും. ഓക്കെ. അപ്പോൾ എക്സ്റേ റീജിയൻ എന്ന് പറയുന്നത് UV റീജിയൻ്റെ ബിയോണ്ട് ആയിട്ടാണ്. ആൻഡ് എക്സ്റേയുടെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. വേവ് ലെങ്ത് വരുന്നത് 10⁻⁸ to 10⁻⁻13. അതിൽ വൺ കോമൺ വേ ടു ജനറേറ്റ് ദ എക്സ്റേസ് എന്ന് പറഞ്ഞാൽ ബൊംബാർഡ് മെറ്റൽ ടാർഗറ്റ് ബൈ ഹൈ എനർജി ഇലക്ട്രോൺ. നമ്മുടെ ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് അല്ലേ, എക്സ്റേ എക്സ്പെരിമെൻറ്റിലൊക്കെ എന്ന് വെച്ചാൽ ഒരു മെറ്റൽ ടാർഗറ്റിൽ ഹൈ എനർജി ഇലക്ട്രോൺ വിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും? എക്സ്റേസ് ജനറേറ്റ് ചെയ്യും കേട്ടോ. സോ ദിസ് എക്സ്റേസ് ആർ യൂസ്ഡ് ആസ് എ ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ മെഡിസിൻ ആസ് എ ട്രീറ്റ്മെൻറ്റ് ഫോർ സർട്ടൻ ഫോംസ് ഓഫ് ക്യാൻസർ. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ എക്സ്റേ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡയഗ്നോസ്റ്റിക് ടൂളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ എക്സ്റേസിന് എന്ത് ചെയ്യാൻ പറ്റും? ലിവിങ് ടിഷ്യൂസിനെയും ഓർഗാനിസത്തിനെയും എന്ത് ചെയ്യാൻ പറ്റും? കിൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്കും ശരിക്കും നോർമലായിട്ടുള്ള ഒരാളുടെ ശരീരത്തിലേക്ക് എക്സ്റേ വരുന്നത് ഭയങ്കര ഹാംഫുൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രമേ നമ്മൾ എക്സ്റേ എടുക്കുള്ളൂ. പ്രഗ്നൻറ്റ് വുമൻസിനൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? എക്സ്റേ എടുക്കില്ല. കാരണം ആ റേഡിയേഷൻസ് ബേബിക്ക് ഭയങ്കര ഹാംഫുൾ ആണ്. ഓക്കെ. അപ്പോൾ ഈ എക്സ്റേ എന്ന് പറയുന്നത് കുറച്ച് ഹാംഫുൾ ആണ്. പക്ഷേ മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ബെറ്റർ അഡ്വാൻസ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റിയ ഇതൊന്നും കൂടെയാണ് എന്ത്? എക്സ്റേ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം എടുക്കൂ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ, ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ള ടിഷ്യൂ അൺകൺട്രോൾഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ടിഷ്യൂസിനെ എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സ്റേസിനെ കില്ല് ചെയ്യാൻ പറ്റും. സോ നമ്മൾ നല്ല കെയർ കൊടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഓവർ എക്സ്പോഷർ ഇല്ലാതെ ആ ടിഷ്യൂസിനെ മാത്രം കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യും? എക്സ്റേസിനെ യൂസ് ചെയ്യും. ഇനി നമുക്കുള്ളത് ഗാമ റേസ് ആണ്. ഗാമ റേസ് വരുന്നത് അപ്പർ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് EM സ്പെക്ട്രത്തിലാണ്, ഏറ്റവും അപ്പർ സ്പെക്ട്രത്തിലാണ്. ആൻഡ് ഇറ്റ് ഹാസ് വേവ് ലെങ്ത് ഫ്രം അബൌട്ട് 10⁻⁻10 to 10⁻⁻14 റേഞ്ചിലാണ് ആര് വരുന്നത്? വേവ് ലെങ്ത് വരുന്നത് കേട്ടോ. ആൻഡ് ദിസ് ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻസ്. നമുക്കറിയാം ന്യൂക്ലിയർ റിയാക്ഷൻസിൽ ഗാമ റേസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓൾസോ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസും ഗാമ റേഡിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദേ ആർ യൂസ്ഡ് ഇൻ മെഡിസിൻസ് ടു ഡെസ്ട്രോയ് ദ ക്യാൻസർ സെൽസ്. നമ്മൾ എക്സ്റേസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഗാമ റേസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻസർ സെൽസിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ടേബിൾ നിങ്ങളുടെ NCERT കൊടുത്തിട്ടിരിക്കുന്ന ഈ ടേബിൾ എന്താണ്? ഈ സാധനം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു കംപ്ലീറ്റ് ഐഡിയ എന്ന് പറയാൻ പറ്റും, എന്നാലും ഒരു മീഡിയം ഐഡിയ കിട്ടും എന്താ സാധനം എന്നുള്ളൊരു കറക്റ്റ് സാധനം ഇതിലുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്മുടെ EM വേവ്സ് സ്പെക്ട്രത്തിലുള്ള ഒരുവിധം എല്ലാ പോയിന്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടേബിൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ടൈമില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ആ ടേബിൾ വായിച്ചാൽ മതി. ഓക്കെ മക്കളെ. സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ ഏത്? EM വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. സോ ക്ലിയർ? എവറിത്തിങ് ക്ലിയർ? ഇസ് ദാറ്റ് ഓൾ റൈറ്റ്? സെറ്റ് അല്ലേ ചാപ്റ്റർ? ഡൗട്ട് ഉണ്ടോ ഇനി മക്കളെ? ഉണ്ടോടാ? ഉണ്ടോ? ഓൾ സെറ്റ്? സോ നമുക്ക് മെല്ലെ നിർത്തിയാലോ? സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ അറ്റൻഡിങ് ദ ലൈവ്സ്. See you in the next one. Bye bye.